Good morning dear students, welcome to another class of chemistry. So in the last class we started a new chapter, that is chemical bonding and molecular structure, and we discussed different types of chemical bonding and an important theory, valence shell electron pair repulsion theory, that is VSEPR theory. Okay, so today we are going to discuss another one theory, that is valence bond theory. And in the next class, we have to discuss the molecular orbital theory. So let's start. Last class, VSEPR theory പറഞ്ഞു നമ്മൾ നിർത്തിയതാണ് അല്ലേ? അവിടെ നമ്മൾ മോളിക്യൂൾസിന്റെ ജോമെട്രി എങ്ങനെ വന്നു എന്ന് VSEPR തിയറിയുടെ ബേസിസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ VSEPR തിയറിയുടെ കുറച്ച് ലിമിറ്റേഷൻസും പറഞ്ഞാണ് അവസാനിപ്പിച്ചത് അല്ലേ? ആ ലിമിറ്റേഷൻസിൽ നിന്നാണ് നമ്മൾ പുതിയ തിയറിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ തിയറിയായ ബാലൻസ് ബോണ്ട് അപ്രോച്ച് ഓഫ് കോവലന്റ് ബോണ്ട്, VB തിയറി എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം. ആദ്യം നമുക്ക് ആ തിയറിയുടെ അസംപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. According to this, the atom retains their identity even after bonding. VB തിയറി പറയുന്നത് ബോണ്ടിങ്ങിന് ശേഷവും ആറ്റംസ് അവരുടെ ഐഡന്റിറ്റി നിലനിർത്തും എന്നാണ് പറയുന്നത്. അവർക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല, അവർ ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. Bond is formed due to the interaction of valence electrons only. ഇവിടെയും ബോണ്ട് ഫോം ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺസ് വഴിയാണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിലൂടെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് എന്നാണ് ഈ തിയറിയിലും പറയുന്നത്. Then only the valence electron lose their identity, whereas inner electrons do not participate. Inner electrons bond ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നും വാലൻസ് ഇലക്ട്രോൺ മാത്രമാണ് അതിന് വേണ്ടിയിട്ട് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്നത്, എന്നുവെച്ചാൽ അവരാണ് വാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ് ആര് പറയുന്നത്? VB തിയറി പറയുന്നത്. മനസ്സിലായി? Then stability of bond depend upon amount of energy released. ബോണ്ടിന്റെ സ്റ്റെബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബോണ്ടിന്റെ സ്റ്റെബിലിറ്റി നിൽക്കുന്നത്. The molecule has minimum energy at a specific distance called internuclear distance, and at that bond formation takes place. മോളിക്യൂളിന് എന്താണ്? മോളിക്യൂളിനെ നമ്മളൊരു സ്പെസിഫിക് ഡിസ്റ്റൻസിലായിരിക്കും എനർജി മിനിമം ആക്കാൻ വേണ്ടി സ്പെസിഫിക് ഡിസ്റ്റൻസിൽ നിർത്തും. ആ ഡിസ്റ്റൻസിനെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അവിടെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് എന്നാണ് VB തിയറി പറയുന്നത്. ഇത് വെച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഓവർലാപ്പിംഗ്. പുതിയൊരു ടേം ആണ് നിങ്ങൾ പഠിക്കുന്നത്, ഓവർലാപ്പിംഗ്. സിഗ്മ ആൻഡ് പൈ ബോണ്ട്. ഇപ്പോൾ ഓവർലാപ്പിംഗ് എന്താണ്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് എന്നിങ്ങനെയുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. So overlapping can be defined as partial merging of bonded orbitals. More is the overlapping, stronger is the bond formed. Overlapping എന്ന് പറഞ്ഞാൽ ബോണ്ട് ചെയ്യുന്ന ഓർബിറ്റൽസ് ഉണ്ടല്ലോ, ബോണ്ട് ചെയ്യുന്ന ഓർബിറ്റൽസിന്റെ പാർഷ്യൽ മെർജിങ് ആണ്. ടോട്ടലി ഒരു മെർജ് ചെയ്യുന്നില്ല, പാർഷ്യൽ ആയിട്ട്. അത്തരത്തിൽ ബോണ്ട് ചെയ്യുന്ന ഓർബിറ്റലിന്റെ പാർഷ്യൽ മെർജിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പ്. നോർമലി നിങ്ങൾ ഓവർലാപ്പ് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേർഡ് മീനിങ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ കെമിസ്ട്രിയില് ഓർബിറ്റൽസിന്റെ കേസിൽ അല്ലെ ബോണ്ടിങ്ങിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, ബോണ്ടഡ് ഓർബിറ്റൽസിന്റെ പാർഷ്യൽ മെർജിങ് ആണ് ഓവർലാപ്പിംഗ് എന്ന് നമുക്ക് പറയാം. എത്രത്തോളം കൂടുതൽ ഓവർലാപ്പിംഗ് നടത്തുന്നോ അത്രത്തോളം ബോണ്ട് സ്ട്രോങ്ങർ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ്. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ഉണ്ട്, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ഇനി ഈ ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന ബോണ്ട് ടൈപ്പാണ് ഒന്ന് സിഗ്മ ബോണ്ടും ഒന്ന് പൈ ബോണ്ടും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിഗ്മ ബോണ്ട്. In this head to head overlapping occurs. സിഗ്മ ബോണ്ടിനകത്ത് നടക്കുന്നത് എന്താണ്? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. സിഗ്മ ബോണ്ടിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിഗ്മ ബോണ്ടിൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. മോർ ഈസ് ദി ഓവർലാപ്പിംഗ് റീജിയൻ, മോർ സ്റ്റേബിൾ ഈസ് ദി ബോണ്ട്. സിഗ്മ ബോണ്ടിനെ സംബന്ധിച്ച് ഓവർലാപ്പിംഗ് റീജിയൻ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എത്രത്തോളം കൂടുതൽ ഓവർലാപ്പിംഗ് നടക്കുന്നു അത്രത്തോളം ബോണ്ട് സ്ട്രോങ്ങർ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ സിഗ്മ ബോണ്ടിൽ കൂടുതലായിട്ട് ഓവർലാപ്പിംഗ് നടക്കുന്നത് കൊണ്ട് അത്രയും സ്റ്റേബിൾ ആണ് അവിടുത്തെ ബോണ്ട്. ഓക്കെ,
then the bond is stronger. കാരണം overlapping greater ആയിട്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ട് സിഗ്മ ബോണ്ട് എങ്ങനെയായിരിക്കും? സ്ട്രോങ്ങർ ആയിരിക്കും. This bond can exist independently. ഇയാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ബോണ്ടാണ്. അപ്പൊ സിഗ്മ ബോണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. Then next is pi bond. pi bond, pi എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇത് തന്നെയാണ് പൈയുടെ സിമ്പൽ, വ്യത്യാസമൊന്നുമില്ല. pi bond. It is formed by side-wise overlapping of orbitals. Head-to-head overlapping വഴിയാണ് സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നതെങ്കിൽ ഓർബിറ്റൽസ് സൈഡ് വൈസ് ആയിട്ടോ ലാറ്ററൽ ആയിട്ടോ ഓവർലാപ്പ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഇത് പൈ ബോണ്ട് എന്ന് പറയുന്നത്. It is not too strong as in this overlapping region is less. നേരെ ഓപ്പോസിറ്റ് ആണ് സിഗ്മയുടെ. സിഗ്മയിൽ ഓവർലാപ്പ് ചെയ്യുന്ന റീജിയൻ കൂടുതലായതുകൊണ്ട് ബോണ്ട് സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പൈ ബോണ്ടിങ്ങിൽ ഓവർലാപ്പിംഗ് റീജിയൻ കുറവായതുകൊണ്ട് അവർക്ക് അത്രയും ബോണ്ട് സ്ട്രെങ്ത് ഇല്ല. Then it is weaker bond as compared to sigma bond. സിഗ്മയെ കമ്പയർ ചെയ്യുമ്പോൾ പൈ ബോണ്ട് വീക്കർ ആണ്. It can't exist independently, it exists along with the sigma bond. Sigma bondന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതുപോലെ പൈ ബോണ്ടിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് എപ്പോഴും ആരുടെ കൂടെ നിൽക്കൂ? പൈ ബോണ്ടിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ടു ടൈപ്സ് ഓഫ് ബോണ്ടിങ് ഫോംഡ് ബൈ ദി ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓവർലാപ്പിംഗിലൂടെ ഉണ്ടാകുന്ന രണ്ട് ടൈപ്പ് ബോണ്ടാണ്. ഈ ബോണ്ട് ഇനി എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് സബ് ആയിട്ട് പഠിക്കാം. അതിൽ ഒന്നാമത്തേതാണ് എസ് എസ് ഓവർലാപ്പിംഗ്. നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർബിറ്റൽസ് അറിയാം. എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, എഫ് ഓർബിറ്റൽ, ഇവരുടെയൊക്കെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഓവർലാപ്പിംഗ് ടൈപ്പ് പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് എസ് എസ് ഓവർലാപ്പിംഗ് ആണ്. അതായത് രണ്ട് എസ് ഓർബിറ്റൽസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഓവർലാപ്പിംഗ് ചെയ്യുന്നു. നമുക്കറിയാം എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താ? സ്ഫെറിക്കൽ ഷേപ്പാണ്, സിമെട്രിക്കൽ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ രണ്ട് എസ് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. നോക്കിക്കേ, there is overlap of two half-filled s orbital along the internuclear axis. രണ്ട് half-filled ആയിട്ടുള്ള s orbitals തമ്മിൽ എന്ത് ചെയ്യാണ്? ഓവർലാപ്പ് ചെയ്യുവാണ്. ഇതാ കണ്ടോ, ഓവർലാപ്പിംഗ് കൊടുത്തേക്കുന്നുണ്ട്. എസ് എസ് ഓവർലാപ്പിംഗ്. രണ്ടും സ്ഫെറിക്കൽ ഷേപ്പ് ആണല്ലോ, രണ്ടും half-filled ആണ്. ഇതിനകത്തിൽ ഒരു ഇലക്ട്രോൺ, ഇതിനകത്തിൽ ഒരു ഇലക്ട്രോൺ, അവർ തമ്മിൽ ഇതാ മെർജ് ചെയ്തിരിക്കുന്നുണ്ടോ പരസ്പരം? ഒന്നിന്റെ മുകളിൽ ഒന്നെന്ന പോലെ. എന്നാൽ പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല, പാർഷ്യൽ ആയിട്ടേ ഉള്ളൂ. അതാണല്ലോ ഓവർലാപ്പിംഗ്. അപ്പൊ രണ്ട് ഹാഫ്-ഫിൽഡ് ആയിട്ടുള്ള എസ് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതാണ് എസ് എസ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എസ് പി ഓവർലാപ്പിംഗ്? എസ് പി ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ഓവർലാപ്പ് occurs between half-filled s orbital of one atom and half-filled p orbitals of another atom. ഒരു ആറ്റത്തിന്റെ ഹാഫ്-ഫിൽഡ് എസ് ഓർബിറ്റലും വേറൊരു ആറ്റത്തിന്റെ ഹാഫ്-ഫിൽഡ് പി ഓർബിറ്റൽസും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് എസ് പി ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഫിഗറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഒരെണ്ണം എസ്, ഒരെണ്ണം പി. പിയുടെ ഷേപ്പ് ഡംബൽ ഷേപ്പ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ്, റൈറ്റ്? യെസ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഹാഫ്-ഫിൽഡ് എസ് ഓർബിറ്റലും വേറൊരു ആറ്റത്തിന്റെ ഹാഫ്-ഫിൽഡ് പി ഓർബിറ്റലും കൂടി ഓവർലാപ്പിംഗ് നടത്തുന്നതാണ് എസ് പി ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി next is pp overlapping. അതെന്തായിരിക്കും? This takes place between half-filled p orbitals of the two approaching atom. രണ്ട് ആറ്റത്തിന്റെ half-filled p orbitals, ഒരാറ്റത്തിന്റെ half-filled p orbitalum വേറൊരു ആറ്റത്തിന്റെ half-filled p orbitalum തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതാണ് pp overlapping എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, യെസ്, ഇതാണ് പി പി ഓവർലാപ്പിംഗ്. രണ്ടും ഡബിൾ അല്ലേ? ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഫ്ലൂറിൻ മോളിക്യൂളിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. പി പി ഓവർലാപ്പിംഗ് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാം, അതല്ല എങ്കിൽ ഈ രീതിയിലും പി പി ഓവർലാപ്പിംഗ് നടക്കാം. രണ്ട് രീതിയിൽ ഓവർലാപ്പിംഗ് നടക്കാം കേട്ടോ. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി delocalization of sigma electron do not takes place whereas pi electron can be delocalized. സിഗ്മ ഇലക്ട്രോൺ ഒരിടത്ത് ഫിക്സഡ് ആയിട്ടിരിക്കും, അയാൾ ഒരു ലോക്കലൈസ്ഡ് ആയിരിക്കും, ഒരിടത്ത് ഇങ്ങനെ ഇരുന്നോളൂ, ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി നടക്കത്തൊന്നുമില്ല. പക്ഷേ പൈ ഇലക്ട്രോൺ എന്താണ്? ഡീലോക്കലൈസ്ഡ് ആണ്. അല്ല, ഒരിടത്ത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മുടെ റെസൊണൻസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. നമ്മൾ പറഞ്ഞു എന്താ, രണ്ട് രീതി ബെൻസിന്റെ ഒക്കെ റിംഗ് വരച്ച സമയത്ത് രണ്ട് സ്ട്രക്ചർ പോസിബിൾ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടിനെ നമുക്ക് ഒരിടത്ത് ലോക്കലൈസ് ചെയ്യാൻ സാധിക്കില്ല, അതിൽ ഡീലോക്കലൈസ്ഡ് ആയിട്ടിരിക്കും, ഇങ്ങനെ കോൺജുഗേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ സിഗ്മ ബോണ്ട് ലോക്കലൈസ്ഡ് ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് മനസ്സിലായി. ഓവർലാപ്പിംഗ് എന്താണെന്ന് പിടികിട്ടി.
പിന്നെ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പും സൈഡ് വൈസ് ഓവർലാപ്പിംഗിലൂടെ ഫോം ചെയ്യുന്ന സിഗ്മ ആൻഡ് പൈ ബോണ്ട് എന്താണെന്ന് മനസ്സിലായി. അതിൽ നിന്നും സബ് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗിൽ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് പറഞ്ഞപ്പോൾ SS ഓവർലാപ്പിംഗ്, SP ഓവർലാപ്പിംഗ് ആൻഡ് PP ഓവർലാപ്പിംഗ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. Okay, then next is positive overlapping of atomic orbital. എന്താണ്? When the phase of two interacting orbital is same, then the overlap is positive, and in this case the bond is formed. അപ്പോൾ വീണ്ടും നമുക്ക് ഓവർലാപ്പിംഗ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും സീറോ ഓവർലാപ്പിംഗ് എന്നും തിരിക്കാം. അതിൽ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ററാക്ട് ചെയ്യുന്ന രണ്ട് ഓർബിറ്റൽസിന്റെ ഫേസ് ഒരുപോലെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഓവർലാപ്പിംഗ്. ഞാൻ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ററാക്ട് ചെയ്യുന്ന ഓവർലാപ്പിംഗിന്റെ ഫേസ് ഇതാ, ഈ ഓർബിറ്റലിന്റെ ഫേസ് പോസിറ്റീവ് ആണ്, ഈ ഓർബിറ്റലിന്റെ ഫേസും പോസിറ്റീവ് ആണ്. കണ്ടോ? ഇന്ററാക്ട് ചെയ്ത രണ്ട് ഓർബിറ്റൽസിന്റെയും ഫേസ് പോസിറ്റീവ് ആണ്. മനസ്സിലായോ? ഇത് പി ഓർബിറ്റലാണ് കാണിച്ചേക്കുന്നത്. അതേയുള്ള വ്യത്യാസം എന്താ? ഒരു പി ഓർബിറ്റലിന്റെ ഒരു ലോബ് പോസിറ്റീവും ഒരു ലോബ് നെഗറ്റീവുമാണ്. ഓക്കെ, അടുത്ത പി ഓർബിറ്റൽ ഇതാ ഓവർലാപ്പ് ചെയ്യാണ്. ഇയാളുടെ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോ ഓവർലാപ്പ് ചെയ്ത രണ്ട് ഫേസും പോസിറ്റീവ് സെയിം ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് വിളിക്കാം. പോസിറ്റീവ് ഓവർലാപ്പിംഗ് നടന്നാൽ അവിടെ ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായി പറഞ്ഞത്? അവർക്കിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായി? ഇനി അടുത്തത് എന്താ പറയുന്നത്? നെഗറ്റീവ് ഓവർലാപ്പിംഗ്. When the phase of two interacting orbital is opposite, then the overlap is negative, and in this case bond is not formed. അതായത് ഇന്ററാക്ട് ചെയ്യുന്ന രണ്ടുപേരുടെ ഫേസ് ഡിഫറെന്റ് ആണ് എന്ന് വന്നാൽ അവിടെ എന്താ? നെഗറ്റീവ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്, അല്ലേ? അതായത് ഇന്ററാക്ട് ചെയ്ത ഒരു അറ്റോമിക് ഓർബിറ്റലിന്റെ ഫേസ് പോസിറ്റീവും അതിലേക്ക് ഓവർലാപ്പ് ചെയ്ത മറ്റേ അറ്റോമിക് ഓർബിറ്റലിന്റെ ഫേസ് നെഗറ്റീവുമാണ്. രണ്ട് ഡിഫറെന്റ് ഫേസ് ആവുമ്പോൾ ഈ ഓവർലാപ്പിംഗിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഓവർലാപ്പിംഗ്. നെഗറ്റീവ് ഓവർലാപ്പിംഗ് നടന്നാൽ അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കത്തില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്താണ് അടുത്ത കേസ്? ഇത് കണ്ടോ? ഇത് രണ്ട് പി ഓർബിറ്റല്, ഇത് ഒരു എസും അല്ല ഇതൊരു എസും ഇതൊരു പിയും ആയിട്ട് കാണിച്ചേക്കുക. ഇവിടെ അങ്ങനെ തന്നെയാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഇവിടെ നോക്ക്, ഒരു എസിന്റെ പോസിറ്റീവും ഒരു പിയുടെ നെഗറ്റീവും ആണ്. അപ്പൊ അത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കത്തില്ല. ഇവിടെ എസും പിയും ആ എടുത്തിരിക്കുന്നതെങ്കിലും രണ്ടിന്റെയും പോസിറ്റീവ് ഫേസ് ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കും. മനസ്സിലായി പറഞ്ഞത്? ഇനി ഇവിടെ നോക്ക്, നമ്മൾ ഡബിൾ ഷേപ്പിനെ ഇങ്ങനെ വെച്ചു, പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു. എങ്ങനെ വെച്ചപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്ന ഫേസ് സെയിം ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ എന്താ? ഓവർലാപ്പ് ചെയ്യുന്ന ഫേസ് ഡിഫറെന്റ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആണ്. അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കത്തില്ല. പല രീതിയിൽ അലൈൻ ചെയ്തേക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. രണ്ട് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പ് ചെയ്യുന്ന ഫേസ് സെയിം ആണെങ്കിൽ പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ ബോണ്ട് ഫോർമേഷൻ നടക്കും. പിന്നെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെ ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഫേസ് ഡിഫറെന്റ് ആണെങ്കിൽ അതാണ് നെഗറ്റീവ് ഓവർലാപ്പിംഗ്. ആ കേസിൽ ബോണ്ട് ഫോർമേഷൻ നടക്കത്തില്ല. ഇനി മൂന്നാമതൊരു കേസ് ഉണ്ടല്ലോ, സീറോ ഓവർലാപ്പിംഗ്. അതെന്താണ്? When the orientation of two interacting atomic orbital is such a way that there is no overlapping of the orbital, that is known as zero overlapping. Overlapping നടക്കുന്നില്ല. ഓവർലാപ്പിംഗ് നടക്കാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തു. ഇതാ ഇവിടെ നോക്കിക്കേ, ഈ കേസിൽ നമ്മൾ ഒരു പി ഓർബിറ്റൽ എടുത്തു, ഒരു പി ഓർബിറ്റലും എടുത്തു, ഒരു എസ് ഓർബിറ്റലും എടുത്തു. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തു, രണ്ട് ലോബിലും കൂടി കയറി ഓവർലാപ്പ് ചെയ്തിരിക്കാം. അപ്പൊ അവിടെ ഒരു ഓവർലാപ്പിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള പാർഷ്യൽ ഓവർലാപ്പിംഗ് ആണ്. ഇവിടെ രണ്ട് ലോബിലും കയറി ഓവർലാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ അത് നടക്കില്ല. അതാണ് സീറോ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതും വേറൊരു രീതിയിലുള്ള സീറോ. ഇവിടെ ഓവർലാപ്പിംഗേ കാണിക്കുന്നില്ല, കണ്ടോ? മാറി നിൽക്കുകയാണ്. അപ്പൊ അത് ഒരു ടൈപ്പ് സീറോ ഓവർലാപ്പിംഗ്. അപ്പൊ അങ്ങനെ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ എന്ന രീതിയിൽ വീണ്ടും നമുക്ക് ഓവർലാപ്പിംഗിനെ തിരിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? Another important term is related to VB theory is hybridization. Hybridization വളരെ important ആണ്. We know orbitals of last shell overlap with each other. നമുക്കറിയാം അവസാനത്തെ ഷെല്ലിലെ ഓർബിറ്റൽസ് തമ്മിലാണ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നത്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗിലൂടെ സിഗ്മ ബോണ്ടും സൈഡ് വൈസ് ഓവർലാപ്പിംഗിലൂടെ പൈ ബോണ്ടും ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? ദെൻ അപ്പോ നമ്മൾ എപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസ് എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഏകദേശം ഒരേ എനർജി ആയിരിക്കും. സ്ലൈറ്റ്ലി ഡിഫറൻസ്, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസ് തമ്മിൽ ഏകദേശം സിമിലർ എനർജി ആയിരിക്കും.
ഒരുപാട് എനർജി ഡിഫറൻസ് അവർ തമ്മിലുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത് നടക്കില്ല, ഓവർലാപ്പിംഗ് നടക്കത്തില്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ അതാണ് ഇൻ കേസ് the orbitals have different energy, they can't overlap. കണ്ടോ? അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ it is the intermixing of orbital of slightly different energy so as to redistribute their energy and give rise to new set of orbital that are similar in shape and energy. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ എനർജി അല്ലെങ്കിൽ ഏകദേശം സിമിലർ എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ പരസ്പരം മിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു. അതിലൂടെ പുതിയൊരു സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാവുകയാണ്. പുതിയൊരു സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. ആ പുതിയതായിട്ടുണ്ടായ ഓർബിറ്റൽസിന് ഈ മിക്സ് ചെയ്ത അറ്റോമിക് ഓർബിറ്റലിന്റെ അതേ എനർജിയും അതേ ഷേപ്പും ആയിരിക്കും. മനസ്സിലായോ? ഹാവിംഗ് ഇക്വലന്റ് എനർജി ആൻഡ് ഇക്വലന്റ് ഷേപ്പ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സോ ഹൈബ്രിഡൈസേഷൻ ഈസ് ദി ഇന്റർമിക്സിംഗ് ഓഫ് atomic orbitals having similar energy അല്ലെങ്കിൽ slight energy difference so as to result in the formation of a new set of orbitals having similar energy and equivalent shape. മനസ്സിലായോ പറഞ്ഞത്? ഒരേ എനർജി അല്ലെങ്കിൽ എനർജിയിൽ വളരെ നേരിയ ഡിഫറൻസ് മാത്രമുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ പരസ്പരം മിക്സ് ചെയ്ത് ഒരു പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽ ഉണ്ടാവുകയാണ്. ആ ഉണ്ടായ ഓർബിറ്റലിന് ഈ അറ്റോമിക് ഓർബിറ്റലിന്റെ അതേ എനർജിയും അതേ ഷേപ്പും ആയിരിക്കും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഈ ഇന്റർമിക്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. എന്താണ്? ഹൈബ്രിഡൈസേഷൻ. മനസ്സിലായോ പറഞ്ഞത്? ഇനി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ? ഈ ഹൈബ്രിഡൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. number of hybrid orbital is equal to number of atomic orbital that combine. എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നോ അത്രയും തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. ഒരു പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ആ ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റലിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹൗ മെനി അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ, അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. 2 അറ്റോമിക് ഓർബിറ്റലാ കമ്പൈൻ ചെയ്തതെങ്കിൽ 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. 3 അറ്റോമിക് ഓർബിറ്റലാ കമ്പൈൻ ചെയ്തതെങ്കിൽ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. അതാണ് പറഞ്ഞത് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വലന്റ് ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് കമ്പൈൻ. അതാണ് അതിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്. ദെൻ the hybrid orbitals are always equal in shape and energy. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പുതിയതായിട്ട് ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന് അറ്റോമിക് ഓർബിറ്റലിന്റെ അതേ എനർജിയും അതേ ഷേപ്പും ആയിരിക്കും. അതാണ് ഈ ഹൈബ്രിഡൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്. ഇനി the hybrid orbitals are more effective in forming bond as compared to the pure atomic orbitals. അപ്പോൾ കമ്പൈൻ ചെയ്ത പ്യൂർ അറ്റോമിക് ഓർബിറ്റൽസിനേക്കാളും ഒന്നും കൂടി ബോണ്ട് ഫോർമേഷൻ നടത്താൻ എഫക്റ്റീവ് ആയിട്ടുള്ളത് ആരാ? ഈ ഹൈബ്രിഡ് പുതിയതായിട്ടുണ്ടായ ഓർബിറ്റലാണ്. മനസ്സിലായി? ഇനി the hybrid orbitals are directed towards specific directions in space. നമുക്ക് പുതിയതായിട്ടുണ്ടായ ഈ ഹൈബ്രിഡ് ഓർബിറ്റലിനെ സ്പേസിൽ പല രീതിയിൽ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. The type of hybridization gives us the shape of molecule. ഹൈബ്രിഡൈസേഷൻ പല ടൈപ്പ് ഉണ്ട്. ആ ഓരോ ടൈപ്പിനനുസരിച്ചായിരിക്കും ഓരോ മോളിക്യൂളിന്റെ ഷേപ്പ് വരാൻ പോകുന്നത്. അപ്പൊ VSEPR തിയറി വെച്ച് വേറൊരു കൺസെപ്റ്റിൽ ഒരു മോളിക്യൂളിന്റെ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി VB തിയറി ഹൈബ്രിഡൈസേഷൻ എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിനു മുന്നേ കണ്ടീഷൻസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, ദ ഓൺലി വാലൻസ് ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റ്. ഹൈബ്രിഡൈസേഷനിൽ വാലൻസ് ഓർബിറ്റൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പങ്കെടുക്കുകയുള്ളൂ. The atomic orbitals that participate should have almost same energy. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസുകൾക്കെല്ലാം ഒരേ എനർജി ആയിരിക്കണം. അതിന് നമ്മളൊരു വേർഡ് യൂസ് ചെയ്തു, ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയും. ഞാനത് പറഞ്ഞിരുന്നു. എവിടെയാ? ഓർബിറ്റൽസിന്റെ ഷേപ്പ് പറയുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർബിറ്റൽസ് ഹാവിംഗ് സെയിം എനർജി എന്നാണ്. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിനെല്ലാം ഒരേ എനർജി ആയിരിക്കണം എന്നുള്ളതാണ് ഹൈബ്രിഡൈസേഷന്റെ മറ്റൊരു കണ്ടീഷൻ. Then promotion is not always necessary. ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യണം എന്നൊന്നും നിർബന്ധം ഇല്ല. Then the unpaired as well as fully filled orbitals can also participate. Unpaired ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽസിനും പങ്കെടുക്കാം. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിനും എന്ത് ചെയ്യാം? ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. So these are the conditions of hybridization. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണ്. അതുവഴി ഒരു മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. The first one is sp hybridization.
ആദ്യം നമുക്ക് ഇത് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറയാം, എന്നിട്ട് ഒരു മോളിക്യൂൾ എടുത്തിട്ട് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഷേപ്പ് പറയുന്നത് എന്നുള്ളത് പറയാം. അപ്പൊ sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസും ഒരു പിയും, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും മാത്രം എന്ത് ചെയ്യുന്നു, പരസ്പരം മിക്സ് ചെയ്യുന്നു. ഓക്കെ, നോക്കാം. In this, one s and one p orbital combines to form two equivalent sp hybrid orbital, and these hybrid orbitals are directed towards two corners of a linear shape with a bond angle 180 degree. എന്താ പറഞ്ഞത്, നമ്മൾ ഹൈബ്രിഡൈസേഷന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ സമയത്ത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു അത്രയും എണ്ണം തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ sp ഹൈബ്രിഡൈസേഷനിൽ ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടിയാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര മോളിക്കുലർ ഓർബിറ്റൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യണം, രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യണം. അത്രയും ഉണ്ടാവുന്നുണ്ട്, മനസ്സിലായി. അപ്പം sp ഹൈബ്രിഡൈസേഷനിൽ ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടി കമ്പൈൻ ചെയ്ത് രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. പറഞ്ഞത് മനസ്സിലായോ? വാട്ട് ഈസ് മീൻ ബൈ sp hybridization? Yes, it is the mixing up of one s orbital and one p orbital resulting in the formation of two sp hybrid orbital. പിന്നെ നമ്മൾ എന്ത് ക്യാരക്ടറിസ്റ്റിക് അല്ലെ കണ്ടീഷനാ പറഞ്ഞത്, ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന് എനർജിയും ഷേപ്പും ഈക്വലന്റ് ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാ, yes, these hybrid orbitals are directed towards two corners. ഇവിടെ ജസ്റ്റ് അതിന്റെ ഷേപ്പാ പറയുന്നത്. അപ്പൊ രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായി, അവരുടെ രണ്ടുപേരുടെയും ഷേപ്പും എനർജിയും ഈക്വലന്റ് ആയിരിക്കും. ഇനി അവരെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, രണ്ട് കോർണറിലായിട്ട് അറേഞ്ച് ചെയ്തു. രണ്ട് കോർണറിലായിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഏത് ഷേപ്പ് കിട്ടി, ലീനിയർ ഷേപ്പ് കിട്ടി. ലീനിയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അവരുടെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ sp ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് സൂചിപ്പിക്കാം. ഇവിടെ ഏതാ കൊടുത്തേക്കുന്നത്, BeF2ന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. BeF2 ബെറിലിയം ഡൈഫ്ലൂറൈഡിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. അപ്പോ നോക്കാം, ഒരു s ഓർബിറ്റലിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആണെന്ന് അറിയാം. ഒരു s ഓർബിറ്റൽ കമ്പൈൻ ചെയ്തു അല്ലേ. ദെൻ ഒരു p ഓർബിറ്റൽ അല്ലേ, p ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ ആണെന്ന് അറിയാം. ഒരു p ഓർബിറ്റൽ ചേർന്നു അല്ലേ, which gives അവിടെ എന്താണ്, രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യുവാണ്, ഫോം ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ sp ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് 50% s ക്യാരക്ടറും 50% p ക്യാരക്ടറും ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. s ഓർബിറ്റലിന്റെ 50% ക്യാരക്ടറും കാണും, p ഓർബിറ്റലിന്റെ 50% ക്യാരക്ടറും ഉള്ള രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. BeF2ന്റെ കേസ്, ബെറിലിയം ഡൈഫ്ലൂറൈഡിന്റെ കേസ് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആരാണ്, ബെറിലിയം. ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് എന്താണ്, നമ്മൾ കോൺഫിഗറേഷൻ സബ്ഷൻ വൈസ് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 എന്നാണ് എഴുതുന്നത്, ശരിയല്ലേ. ബാലൻസ് ഷെൽ മാത്രമാണ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2s മാത്രം എടുത്താൽ മതി, 1s വേണ്ട. ഇന്നർ ഇലക്ട്രോൺ അതിന്റെ ആവശ്യമില്ല. അതാണ് 2sനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് സ്ക്വയർ ഷേപ്പിൽ, അത് നമ്മൾ ഓർബിറ്റലിനെ നമുക്ക് ഒന്നെങ്കിൽ സർക്കിൾ ഷേപ്പിൽ കാണിക്കാം അല്ലെങ്കിൽ സ്ക്വയർ ബോക്സിനകത്ത് കാണിക്കാം, എങ്ങനെ വേണം. ഇവിടെ ഞാൻ സ്ക്വയർ ആണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ 2sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ കണ്ടല്ലോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇയാളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇയാൾ എക്സൈറ്റ് ചെയ്യുന്നു, ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ 2sൽ നിന്നും ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അടുത്ത സ്റ്റേറ്റ് ഏതാണ്, 2p. പിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്, 3 ഓർബിറ്റൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. 2px 2py 2pz അത്രയും പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഈ 2sലാത്തിരുന്ന ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോയി, 2pയിലേക്ക് എക്സൈറ്റ് ചെയ്തു. മനസ്സിലായി ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ. അപ്പോ ഇപ്പോഴത്തെ കോൺഫിഗറേഷൻ അപ്പൊ എങ്ങനെയാ, എക്സൈറ്റഡ് സ്റ്റേറ്റിലായപ്പോ ഇവിടെ ഒരാളങ്ങ് പോയില്ലേ, 2sൽ ഒരാൾ പോയി, എങ്ങോട്ട് പോയി, 2pയിലേക്ക് പോയി. sp ഹൈബ്രിഡൈസേഷൻ അനുസരിച്ച് ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലുമാണ് കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പൊ ദാ ഒരു 2sഉം ഒരു 2pയും കൂടി കമ്പൈൻ ചെയ്തു. ഇവർ രണ്ടുപേരുമാണ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു 2sഉം ഒരു 2pയുമാണ് ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും കൂടി ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. പറഞ്ഞത് മനസ്സിലായി? അങ്ങനെ കിട്ടി. നമ്മൾ എന്ത് ചെയ്തു,
ബെർലിയത്തിനെ എഴുതി. ആ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ആരുടെയാ? ബെർലിയത്തിന്റെ. അതിലെ ഒരെണ്ണം ഫ്ലൂറിന്റെ ഒരു ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യും, ഒരെണ്ണം ഈ ഫ്ലൂറിന്റെ ഒരു ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യും. ഒരു ഫ്ലൂറിനെ സംബന്ധിച്ച് നമുക്കറിയാം 1s2 2s2 2p5 അല്ലേ? ഇതല്ലയോ? ആണല്ലോ. ഓക്കെ, ഇതിനകത്തില് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഇതാണ്, ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ ഫ്ലൂറിന്റെ എന്താ ഒരു 2pയുമായിട്ട് എന്ത് ചെയ്തു? ബെർലിയം കമ്പൈൻ ചെയ്തു. ബെർലിയത്തിന്റെ എന്താ പറയാ ഓർബിറ്റലും ഫ്ലൂറിന്റെ ഒരു 2p ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തു. ബെർലിയത്തിന്റെ 2s അല്ലേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ? ബെർലിയത്തിന്റെ 2s ഉം ഫ്ലൂറിന്റെ ഒരു 2pയുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഈ ബെർലിയത്തിന്റെ ഒരു 2s ഉം ഇവിടുത്തെ എന്താ പറയാ ഒരു ഫ്ലൂറിന്റെ 2pയുമായിട്ട് ഓവർലാപ്പിംഗ് നടന്നു. പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയായപ്പോൾ ഇയാളുടെ ഷേപ്പ് എങ്ങനെ കിട്ടി? ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഫ്ലൂറിനുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തു. സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്തത്, കണ്ടോ? സിഗ്മ ബോണ്ട് ഫോം ചെയ്തു, ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് നടത്തി സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഈ ഷേപ്പ് എന്താണ്? ലീനിയർ ഷേപ്പ്. ഇങ്ങനെയാണ് BB തിയറി ഉപയോഗിച്ച് നമ്മൾ ഷേപ്പ് പറയുന്നത്. ലീനിയർ ഷേപ്പ് ആയതുകൊണ്ട് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ തിയറി ആയിട്ട് എഴുതുകയും കൂടി വേണം, ഡയഗ്രാം വരയ്ക്കുകയും തിയറി എഴുതുകയും വേണം. ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെർലിയം 1s2 2s2 ആണെന്ന് അറിയാം. എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയപ്പോഴത്തേക്കും 2sൽ നിന്നും ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോയി? വേക്കന്റ് ആയിട്ടുള്ള 2p ഓർബിറ്റലിലേക്ക് പോയി. അത്ര മനസ്സിലായി? അപ്പൊ ഒരു 2s ഒരു 2p ആയി. അവര് തമ്മിലാണ് എന്ത് നടന്നത്? ഹൈബ്രിഡൈസേഷൻ നടന്ന് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ഈ 2 sp ഹൈബ്രിഡ് ഓർബിറ്റലും കൂടി ബെർലിയത്തിന്റെ 2 ഹൈബ്രിഡ് ഓർബിറ്റലിലൂടെ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അറേഞ്ച് ചെയ്തത് 180 ഡിഗ്രിയിൽ. എന്നിട്ട് ഓരോ ഓർബിറ്റലും ഫ്ലൂറിന്റെ 2p ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്തു? ഓവർലാപ്പ് ചെയ്തപ്പോൾ നമുക്ക് 2 BeF സിഗ്മ ബോണ്ട് കിട്ടി. വരച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായി? അപ്പൊ വരയ്ക്കുകയും വേണം, ഈ തിയറി പാർട്ട് ഇവിടെ എഴുതി വെക്കുകയും വേണം. ഈ രീതിയിൽ അങ്ങനെയാണ് BeF2ന്റെ ഷേപ്പ് ലീനിയർ ആയതെന്ന് പറഞ്ഞത്. ഈ രീതിയിലാണ് മോളിക്യൂളിന്റെ ജോമെട്രി നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നമ്മൾ sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഒരു s ഉം ഒരു p യും കൂടിയാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ sp2 എന്ന് പറഞ്ഞാൽ ഒരു s ഉം 2 p ഓർബിറ്റലും കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. ഒരു s ഉം 2 p ഓർബിറ്റലും കൂടി. മനസ്സിലായോ? നോക്കിക്കേ, in this hybridization there is involvement of 1s and 2 p orbitals in order to form 3 equivalent sp2 hybrid orbital. എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒരു s ഉം 2 p യും കൂടി കമ്പൈൻ ചെയ്യാൻ വെച്ച 3 ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ഹൈബ്രിഡ് ഉണ്ടാവണം? 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവണ്ടേ? അതാണ് പറഞ്ഞത് combination of 1s and 2 p orbitals to form 3 sp2 hybrid orbitals having equivalent energy and identical shape. ഒരേ എനർജി ആയിരിക്കും, ഷേപ്പ് ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. BCl3 മോളിക്യൂളിനെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കാം. BCl3 ബോറോൺ ആണ് സെൻട്രൽ മെറ്റൽ ആയിട്ട് വരുന്നത്, ശരിയല്ലേ? ബോറോണിന് 5 ആണ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് 1s2 2s2 2p1 ആണ് അയാളുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, ശരിയാണല്ലോ? അപ്പൊ ഇതിനെ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ് അല്ലേ? നമ്മൾ വരയ്ക്കുന്നു 2s വരയ്ക്കുന്നു 2s. ഓക്കെ, 2p എന്താണ്? 2p ഒരു ഇലക്ട്രോൺ ആണുള്ളത്, ശരിയല്ലേ പറഞ്ഞത്? 2p1. Then the ground state electronic configuration is 1s2 2s2 2p1. In the excited state, one of the 2s electron, ഇത് 2p, ഇത് 2s, ഇത് 2p, 2s 2p. ഇതാണല്ലോ വാലൻസ് ഷെൽ. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ 2s ൽ നിന്നും ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? 2p യിലേക്ക് വരും. നോക്കിക്കേ, one of the 2s electron is promoted to vacant 2p orbital. As a result, boron has 3 unpaired electron. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഈ 2p യിലേക്ക് പോകും. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ നമ്മളെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കാണിക്കണം. ഇതിപ്പോ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് കാണിക്കാം. എക്സൈറ്റഡ് സ്റ്റേറ്റ് കാണിക്കുമ്പോൾ 2s ൽ നിന്നും ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോയി? 2p യിലെ ഒരു വേക്കന്റ് ഓർബിറ്റലിലേക്ക് പോയി. ഇത് 2p ആണ്. ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഒരെണ്ണം പ്രൊമോട്ട് ചെയ്തതായി ഇങ്ങോട്ടേക്ക് വന്നു. മൊത്തം ബോറോണിന് എത്ര ഓർബിറ്റലായി? അപ്പോ ഒരു 2s ഉം 2 2p യുമായി മൊത്തം 3 ഓർബിറ്റലായില്ലേ? ഇവര് 3 പേരും കൂടിയാണ്
ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇവർക്കാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഒരു 2s ഓർബിറ്റലും 2 2p ഓർബിറ്റലും കൂടി കമ്പൈൻ ചെയ്ത് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടി. പറഞ്ഞ മനസ്സിലായോ? അതാണ് എഴുതിയേക്കുന്നത്. As a result, boron has 3 unpaired electrons. These 3 orbitals, that is 1 2s and 2 2p, okay, hybridized to form 3 sp2 hybrid orbitals. And ഈ 3 sp2 hybrid ഓർബിറ്റലിനെയും കൂടി നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിൽ, ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വരും? ബീനെ നടുക്ക് നിർത്തിയിട്ട് ഒരു ട്രയാങ്കിളിന്റെ 3 കോർണർ എന്ന പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. കണ്ടോ 3 കോർണറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. വേണ്ട, അത് ക്ലോറിൻ ഷേപ്പ് അല്ലേ ഞാൻ കാണിച്ചത്. ബോറോണിന്റെ 3 ഓർബിറ്റൽസ് ഉണ്ടല്ലോ, 3 ഓർബിറ്റൽസിന് എന്ത് ചെയ്യും? ഒരു 2s ഉം 2 2p അല്ലേ? ഒരു 2s, ഇവിടെ ഒരു 2p, ഇവിടെ ഒരു 2p, ഇങ്ങനെ 3 കോർണറിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഇത് 3 ഹൈബ്രിഡ് ഓർബിറ്റലാണ്. ഇനി ഇത് ഓവർലാപ്പിംഗ് നടക്കണ്ടേ? ആരുമായിട്ട്? ക്ലോറിന്റെ ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ് നടത്തണം. ക്ലോറിനെ സംബന്ധിച്ച് എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. ദാറ്റ് ഈസ് 1s2, 2s2, 2p6, 3s2 and 3p5 ആണ് അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? അതെ. അപ്പോ ക്ലോറിന്റെ ആരുമായിട്ട് 3p ഓർബിറ്റലുമായിട്ട് ഇവർക്ക് എന്ത് നടക്കും? ഓവർലാപ്പിംഗ് നടത്തും. ഓവർലാപ്പിംഗ് വിത്ത് so formed in a trigonal planar arrangement and overlap with the 2p orbitals of the chlorine to form 3 BCl bond. 2p ഓർബിറ്റലുമായിട്ടല്ല 3p ഓർബിറ്റലുമായിട്ടാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത് കേട്ടോ. ഇതിന്റെ മിസ്റ്റേക്ക്. 3p ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്യും? ഓവർലാപ്പിംഗ് നടന്നിട്ട് എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടുത്തെ ക്ലോറിന്റെ 3p, ഇവിടെ ഒരു ക്ലോറിന്റെ ഓവർലാപ്പിംഗ്, ഇവിടെ ഒരു ക്ലോറിന്റെ ഓവർലാപ്പിംഗ്, ഇവിടെ ഒരു ക്ലോറിന്റെ ഓവർലാപ്പിംഗ് നടക്കും. മനസ്സിലായോ? അങ്ങനെ 3 BCl ബോണ്ടിനെ അവർ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അതുകൊണ്ട് BCl3യുടെ ഷേപ്പ് എങ്ങനെ വന്നു? ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് വന്നു. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ യെസ്, BCl3യുടെ ഞാൻ കാണിക്കുന്നുണ്ട്. യെസ്, കണ്ടോ ഓവർലാപ്പിംഗ് നടന്നിരിക്കുന്നത്? കണ്ടോ? ഒന്നും കൂടി ഞാൻ പറയാം. BCl3യുടെ കേസിൽ ബോറോൺ ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. ബോറോണിന്റെ കോൺഫിഗറേഷൻ 1s2 എത്രയാണ്? 2s2 2p1 ആണെന്ന് അറിയാം. 1s2 2s2 2p1. ഇതിലെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരുമാണ്. അവർ മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ബോക്സ് ഡയഗ്രം വരയ്ക്കുകയാണ്. 2s-നകത്തില് 2 ഇലക്ട്രോൺ, 2pക്ക് 3 ഓറിയന്റേഷൻ ഉണ്ട് എന്നറിയാം. അതിൽ ഒരെണ്ണത്തിൽ 1 ഇലക്ട്രോൺ, 2pയിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ഇത് 2s, ഇത് 2p. ഇതാണ് ഇവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി എക്സൈറ്റേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2sൽ നിന്നും 1 ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്ത് 2pയിലെ വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റലിലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ 2s ഒരെണ്ണം 2 2p ഓർബിറ്റലുമായി. ഈ ഒരു 2sഉം 2 2p ഓർബിറ്റലും കൂടി കമ്പൈൻ ചെയ്യും. ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. പറഞ്ഞത് മനസ്സിലായല്ലോ? ആ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലിനെ ബോറോണിന്റെ 3 കോർണറിലായിട്ട്, ഒരു ട്രയാങ്കിൾ പോലത്തെ 3 കോർണറിലായിട്ട് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഒരു എസ് അല്ലയോ വരുന്നത്? അതിപ്പോ അവരിങ്ങനെ 3 എണ്ണമായിട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ 3 ഇതായിട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. കാണിക്കാനുള്ള എളുപ്പത്തിന് കൊടുത്തിരിക്കുന്നതാണ്. ആക്ച്വലി ഒരു എസും 2 പിയുമാണ് ശരി. ഇനി ആ 3 ഹൈബ്രിഡ് ഓർബിറ്റലും ക്ലോറിന്റെ പി ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യുക. ഇവിടുത്തെ ഒരു ക്ലോറിന്റെ പി ഓർബിറ്റൽ, ഇവിടുത്തെ ഒരു ക്ലോറിന്റെ ഒരു പി ഓർബിറ്റൽ, ഇവിടുത്തെ ഒരു ക്ലോറിന്റെ ഒരു പി ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പൊ എല്ലാ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതമായല്ലോ. കണ്ടോ? 2 ഇലക്ട്രോൺ വീതമായി. അങ്ങനെ 3 BCl ബോണ്ട് ഫോം ചെയ്തു. ഈ ക്ലോറിനുമായിട്ടൊരു ബോണ്ട്, ഈ ക്ലോറിനുമായിട്ടൊരു ബോണ്ട്, ഈ ക്ലോറിനുമായിട്ടൊരു ബോണ്ട്. അങ്ങനെ BCl3ക്ക് ഏത് ഷേപ്പ് കിട്ടി? ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ കിട്ടി. നിങ്ങൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലെ കിട്ടും. കണ്ടോ? മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ നിങ്ങളോട് VB തിയറിയുടെ ബേസിസിൽ ഇതുപോലൊരു മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷനോ അല്ലെങ്കിൽ ജോമെട്രിയോ എക്സ്പ്ലെയിൻ ചോദിക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കുകയും വേണം, ഷേപ്പും പറയണം, തിയറി പാർട്ടും പറയണം. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയാണ് VB തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. കഴിഞ്ഞിട്ടില്ല. 2 ഹൈബ്രിഡൈസേഷനെ പറഞ്ഞുള്ളൂ. sp ഹൈബ്രിഡൈസേഷനും പറഞ്ഞു, sp2 ഹൈബ്രിഡൈസേഷനും പറഞ്ഞു. ശരിയല്ലേ? ഇനി sp3 ഹൈബ്രിഡൈസേഷനിലേക്ക് വരാം.
വരാം. sp3 hybridization. This type of hybridization formed by mixing of 1s and 3 p orbital. നമ്മൾ അവിടെ sp2ൽ ഒരു s ഉം 2 p ഓർബിറ്റലും കൂടിയാണ് കമ്പൈൻ ചെയ്തത്. sp3 പറയുമ്പോൾ ഒരു s ഉം 3 p ഓർബിറ്റലും കൂടിയാണ് അവിടെ മിക്സ് ചെയ്തത്. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ടാവണം? 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യണം അല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 1s orbital and 3p orbital resulting in the formation of 4 sp3 hybrid orbital having equivalent energy and identical shape. അതാണ് sp3 hybridization എന്ന് പറയുന്നത്. നമ്മളപ്പോൾ എന്താണ് ഇവിടെ നോക്ക്, s ക്യാരക്ടർ 25%ഉം p ക്യാരക്ടർ 75%ഉം ആണ്. കാരണം p ക്യാരക്ടർ കൂടിയില്ലേ, പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്താണ് ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിനെയും കൂടി നമ്മൾ ഒരു ടെട്രാഹെഡ്രന്റെ 4 ഷേപ്പിലായി 4 കോർണറിലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതിന്റെ ആംഗിളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മോളിക്യൂൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് വെച്ച് പറയാം. മീഥൈൻ ആണ്. മീഥൈൻ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയാം. ഓക്കെ, മീഥൈന്റെ കേസ് പറയുമ്പോൾ അവിടെ കാർബൺ ആണ് സെൻട്രൽ ആറ്റമായിട്ട് വരുന്നത്. ശരിയല്ലേ? കാർബൺ, യെസ്, കാർബൺ ആണ് സെൻട്രൽ ആറ്റമായിട്ട് വരുന്നത്. കാർബണിനെ സംബന്ധിച്ച് 6 ആണ് അറ്റോമിക് നമ്പർ. ദാറ്റ് ഈസ് 1s2 2s2 2p2. ഇതാണല്ലോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അതായത് ഒരു 2s, അവിടെ 2 പേരുണ്ട്. 2p ഹൺസ് റൂൾ അനുസരിച്ച് സിംഗിളി ഒക്കുപൈഡ് ആണ്. ഇത് 2p. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? 2s ൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ വേക്കന്റ് ആയിട്ടുള്ള p ഓർബിറ്റലിലേക്ക് പോകും. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും കോൺഫിഗറേഷൻ? ഒരു 2s ദാ ഇവിടെ നിന്നും ഒരാള് പ്രൊമോട്ട് ചെയ്ത് എന്ത് പറ്റും? ഒരു വേക്കന്റ് ആയിട്ടുള്ള ഒരു p ഓർബിറ്റലിലേക്ക് വരും. അപ്പൊ അങ്ങനെ എന്ത് പറ്റി? പിന്നെ ഒരു 2s ഉം 3 2pയും കൂടി ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ഈക്വലന്റ് എനർജി, ഐഡന്റിക്കൽ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഈ കാർബണിന്റെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? 4 കോർണറിലായിട്ട് അറേഞ്ച് ചെയ്യണം. കാർബൺ ഇവിടെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇവിടെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ, ഇങ്ങനെ 4 സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാ? CH4 ആണ്, ഹൈഡ്രജൻ ഉണ്ട്. ഈ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലും ഓരോ ഹൈഡ്രജന്റെയും 1s ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യും. ഹൈഡ്രജനെ സംബന്ധിച്ച് 1s1 ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഒരു ഓർബിറ്റലേ ഉള്ളൂ 1s. അപ്പോൾ ഈ കാർബണിന്റെ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലും ഓരോ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യും. ദാ ഈ ഓർബിറ്റൽ ഒരു ഹൈഡ്രജന്റെ 1s കമ്പൈൻ ചെയ്തു. ഇവിടെ എന്താണ്? ഒരു ഹൈഡ്രജന്റെ 1s കമ്പൈൻ ചെയ്തു. ഇവിടെ അടുത്ത ഹൈഡ്രജന്റെ 1s കമ്പൈൻ ചെയ്തു. ഇവിടെ അടുത്ത ഹൈഡ്രജന്റെ 1s കമ്പൈൻ ചെയ്ത് 4 CH ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 4 CH ബോണ്ട് കിട്ടുന്നത്. CH 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 CH. കണ്ടോ? ഈ ഷേപ്പ് ആണ് ഏതെന്ന് പറയുന്നത്? ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത്. കണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? sp3 ഓർബിറ്റൽ ഫോം ചെയ്തത് മനസ്സിലായോ? sp3 ഹൈബ്രിഡൈസേഷൻ പിടികിട്ടിയോ? അപ്പൊ അങ്ങനെ PB തിയറി ഉപയോഗിച്ച് sp ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് sp2 ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾ, ഇപ്പോൾ sp3 ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഈ രീതിയിൽ PB തിയറി ഉപയോഗിച്ച് ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് ഡയഗ്രാം വരച്ചും ഷേപ്പ് വരച്ചും തിയറി പാർട്ട് പറഞ്ഞു വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ക്ലിയർ? ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ദാറ്റ് ഈസ് പിരമിഡൽ സ്ട്രക്ചർ ഓഫ് അമോണിയ. നമ്മൾ VSEPR തിയറി വെച്ചിട്ട് പറഞ്ഞായിരുന്നു. നമുക്ക് VB തിയറി വെച്ചും പറയാം, VB തിയറി വെച്ചും പറയാം. അമോണിയക്കകത്തിൽ സെൻട്രൽ ആറ്റമായിട്ട് വരുന്നത് നൈട്രജൻ ആണെന്ന് പറഞ്ഞു. നൈട്രജനെ സംബന്ധിച്ച് 7 ആണ്. ദാറ്റ് ഈസ് 1s2 2s2 2p3 അല്ലേ? ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഇതാണ്. ഇത് രണ്ടുമാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഡയഗ്രാം വരയ്ക്കാം. 2s-നകത്തിൽ 2 എണ്ണം അല്ലേ? 2p3 ഉണ്ട്. 1 2 ദാ ഇവിടെ ഒരെണ്ണം. ഇതാണ് 2p ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ശരിയല്ലേ പറഞ്ഞത്? യെസ്, അതാണ് എഴുതിയിരിക്കുന്നത്. NH3 വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് 2s2 2p3 എന്ന് പറഞ്ഞാൽ 2px1 2py1 2pz1. ഓക്കെ, then having 3 unpaired electrons, 3 unpaired electrons ആണല്ലോ ഉള്ളത് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഏത് ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്? ഈ 2s ഉം ഈ 3 2pയും കൂടെ ചേർന്ന് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും നടക്കുന്നത്. sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. ആൻഡ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് is the 4th one. അപ്പോൾ എന്ത് പറ്റും?
നാലാമത്തേത് എന്താ? ഒരു ലോൺ പെയർ ആണ്. നമുക്കറിയാം അല്ലേ? അതായത് മൊത്തം 7 ഇലക്ട്രോൺ ഉണ്ട്, 3 ഹൈഡ്രജനേ ഉള്ളൂ, 3 ഇലക്ട്രോൺസ് പങ്കെടുത്തു, ശരിയല്ലേ പറഞ്ഞത്? പിന്നെ എന്ത് പറ്റും? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും കൂടി അവിടെ വരണം, ശരിയാണോ? യെസ്, ദാറ്റ് ഈസ് ദീസ് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇനി ഇവിടെ 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ആണല്ലോ ഫോം ചെയ്യുന്നത്. മൊത്തം 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ഇവിടെ ഒരു എസും 3 പിയും കൂടി കമ്പൈൻ ചെയ്താൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അതിലെ 3 ഹൈബ്രിഡ് ഓർബിറ്റല് 3 ഹൈഡ്രജന്റെ വണ്ണസുമായിട്ട് കമ്പൈൻ ചെയ്യും. നാലാമതൊരെണ്ണം ബാക്കിയില്ലേ, അയാൾ ലോൺ പെയർ ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നൈട്രജന് ബാലൻസ് ഷെല്ലിൽ 2s2 2p3 ഇതാണ് കോൺഫിഗറേഷൻ. ഇതില് നമ്മൾ ബോക്സ് വരച്ചു. 2sൽ 2 എണ്ണം, 2pxൽ ഒരെണ്ണം, 2pyൽ ഒരെണ്ണം, 2pzൽ ഒരെണ്ണം, ഇത്രയും വരച്ചു. അപ്പൊ ഒരു എസും 3 p ഓർബിറ്റലും ആയി. ഇവരിൽ ഇത്രയും പേരുടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏതാ? 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് കിട്ടി. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് കിട്ടി. 4 എണ്ണം കിട്ടി. അതിലെ 3 പേര്, 4 ഹൈബ്രിഡ് ഓർബിറ്റലിലെ 3 പേര് എന്ത് പറ്റും? ഹൈഡ്രജന്റെ വണ്ണസുമായിട്ട് കമ്പൈൻ ചെയ്ത ആ 3 പേരെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. നൈട്രജന്റെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിലെ 3 പേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഈ 3 പേര് ഹൈഡ്രജന്റെ വണ്ണസ് ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യും. ഹൈഡ്രജന്റെ വണ്ണസ് ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 3 NH ബോണ്ട് ഫോം ചെയ്തു. കണ്ടോ? ഈ രീതിയിൽ 3 NH ബോണ്ട് ഫോം ചെയ്തു. ഇനി ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിലൂടെ ബാക്കി, അയാൾ ആരായിട്ട് നിൽക്കും? ലോൺ പെയർ ആയിട്ട് നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ അമോണിയയുടെ ഷേപ്പ് എങ്ങനെ വന്നത്? പിരമിഡൽ സ്ട്രക്ചർ വന്നത്. കണ്ടോ? ആംഗിള് 107 ഡിഗ്രി 48 മിനിറ്റ് എന്ന രീതിയിൽ ആംഗിള് വന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതാണ് എന്ത് ചെയ്തത്? These 3 hybrid orbital overlap with oneness orbital of the hydrogen atom to form 3 NH sigma bond. ഈ ഉണ്ടാക്കിയ 3 ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ട് ആണ്. ഓക്കെ, ആൻഡ് ബട്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനേക്കാളും കൂടുതലാണ്. ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ആ ലോൺ പെയർ റിപ്പൽഷൻ ഉള്ളത് കൊണ്ട് മോളിക്യൂളിന്റെ ഷേപ്പ് ചുരുങ്ങി. ബോണ്ട് ആംഗിള് 109 ആയിരുന്നു, അവിടെ നിന്നും ചുരുങ്ങി 107ലേക്ക് എത്തി. അങ്ങനെയാണ് ഈ മോളിക്യൂളിന്റെ ഷേപ്പ് ഏത് ഷേപ്പായി മാറിയത്? പിരമിഡൽ ഷേപ്പായിട്ട് മാറിയത്. അപ്പൊ ഈ രീതിയിൽ VB തിയറി ഉപയോഗിച്ച് മോളിക്യൂളിന്റെ ജോമെട്രി പറഞ്ഞു. ഇതേ മോളിക്യൂളിന്റെ കേസ് നമ്മൾ VSEPR തിയറി ഉപയോഗിച്ചും പറഞ്ഞിരുന്നു. 2 രീതിയിൽ നമ്മൾ ജോമെട്രി പറയാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി വാട്ടർ മോളിക്യൂളിന്റെ കേസാണ്. വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ എന്താ പറയുന്നത്? ഓക്സിജൻ ആണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്, ശരിയല്ലേ? യെസ്, 4 ഓക്സിജൻ ഓർബിറ്റൽ ഏതൊക്കെയാണ്? ഓക്സിജനെ സംബന്ധിച്ച് 8 ആണ്. 1s2 2s2 2p4 ഇതാണല്ലോ ഓക്സിജന്റെ കോൺഫിഗറേഷൻ. ഇതിനകത്തില് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേരുമാണ് ആണല്ലോ. അതായത് ഒരു 2sനകത്തില് 2 ഇലക്ട്രോൺ, 2p4 ആണ്. 1 2 3 then 4. ഓക്കെ, ഇത്രയാണ്. അപ്പൊ ഇതിനകത്തില് ഒരു 2sഉം 3 2pയുമാണ് എന്ത് ചെയ്യുന്നത്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. ഒരു 2sഉം 3 2pയും കൂടെ ചേർന്ന് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ആ 4 എണ്ണം ഫോം ചെയ്തതിലെ 2 എണ്ണം ആരുമായിട്ട്? ഹൈഡ്രജന്റെ വണ്ണസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് 2 OH ബോണ്ട് ഉണ്ടാക്കും. പിന്നെ 2 ഓർബിറ്റൽ ബാക്കിയുണ്ട്, അവർ ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു എസും 3 പിയും കൂടെ ചേർന്ന് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തിലെ 2 പേര് എന്ത് ചെയ്യും? ഹൈഡ്രജന്റെ 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റല് നമ്മുടെ ഹൈഡ്രജന്റെ 2 ഹൈഡ്രജന്റെ വണ്ണസ് ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 OH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 2 OH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ബാക്കി 2 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്തായിട്ട് നിൽക്കുമെന്നാ പറഞ്ഞത്? 2 ലോൺ പെയർ ആയിട്ട് നിൽക്കും. കണ്ടോ? ഈ രീതിയിൽ വന്നപ്പോഴാണ് ഷേപ്പ് എന്തായി മാറിയത്? ബെൻഡ് ഷേപ്പ് ആയിട്ട് മാറിയത്. നോക്കിക്കേ, ഔട്ട് ഓഫ് വിച്ച് 2 hybrid orbitals have a paired electron. 2 എണ്ണത്തിനല്ലേ paired electron ഉള്ളത്? They are non-bonding orbitals. 2 paired electrons non-bonding ആയതുകൊണ്ട് non bondingനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലോൺ പെയർ എന്ന് പറയും. അതർ 2 orbitals half filled ആണ്, അതുകൊണ്ട് അവർ ബോണ്ടിങ് ഓർബിറ്റൽ ആണ്. മനസ്സിലായി? അപ്പോ these 4 sp3 hybrid orbital നമ്മൾ നോക്കുമ്പോൾ ടെട്രാഹെഡ്രൽ ജോമെട്രി വരാം.
പക്ഷേ എന്താണ്, അവിടെ ലോൺ പെയർസ് 2 ഉണ്ട്. അപ്പൊ അവിടെ ലോൺ പെയർ റിപ്പൽഷൻ വരുന്നത് കൊണ്ട് അവരുടെ ജോമെട്രി ചുരുങ്ങി. ഡ്യൂ ടു ഗ്രേറ്റ് റിപ്പൽഷൻ exerted by lone pairs on bonding orbital എന്ത് പറ്റും, ബോണ്ട് ആംഗിൾ ചുരുങ്ങും. 109 നിന്നും 104 ചുരുങ്ങി ആ മോളിക്യൂളിന്റെ ഷേപ്പ് വി ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പിലേക്ക് മാറും. ഇനി ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 ഓർബിറ്റൽ ഉണ്ട്. അവർ എന്ത് ചെയ്യും, ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 1s ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 OH സിഗ്മ ബോണ്ടിനെ ഫോം ചെയ്തു. അങ്ങനെയാണ് VB തിയറി വെച്ചിട്ട് വാട്ടർ മോളിക്യൂളിന്റെ ജോമെട്രി എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായി? ഇതാ കൊടുത്തിരിക്കുന്നുണ്ടോ, സിമ്പിൾ ആണല്ലോ. ഇതാണ് ആംഗുലാർ ഷേപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ എന്താണ്, VB തിയറി ഉപയോഗിച്ചും മോളിക്യൂളിന്റെ ജോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദ നെക്സ്റ്റ് ഈസ് sp3d ഹൈബ്രിഡൈസേഷൻ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ പേര് പറഞ്ഞേക്കുന്നത് പോലെ തന്നെ 1s ഓർബിറ്റൽ, 3p ഓർബിറ്റൽ ആൻഡ് 1d ഓർബിറ്റൽ, ഇത്രയും പേരും കൂടി കമ്പൈൻ ചെയ്തിട്ട് എത്ര പേരുണ്ടാക്കണം, ഒരു എസ് 3p 1d എന്ന് പറയുമ്പം ടോട്ടൽ എത്രയായി, 5 അല്ലേ? അപ്പൊ 5 ഹൈബ്രിഡ് sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനും പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾ മനസ്സിലാക്കി, ജോമെട്രി എങ്ങനെയാണ് പറയുന്നതെന്ന്. അപ്പൊ അടുത്ത ഹൈബ്രിഡൈസേഷൻ ആണ് sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 1s ഓർബിറ്റൽ, 3p orbitals and 1d orbital producing 5 sp3d hybrid orbitals having equivalent shape and equivalent energy, and these are directed towards trigonal bipyramidal with bond angle 90 degree and 120 degree. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, sp3d ഹൈബ്രിഡൈസേഷനിൽ വരുന്ന ഒരു മോളിക്യൂളിനെ നമ്മൾ ട്രൈഗണൽ ബൈപിരമിഡൽ എന്ന ഷേപ്പിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് 2 എന്ത് വരുന്നു, ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്. 90 ഡിഗ്രിയിലൊരു ബോണ്ട് ആംഗിളും 120 ഡിഗ്രിയിലുള്ള ഒരു ബോണ്ട് ആംഗിളും വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ആ ഡയഗ്രാം അല്ലെങ്കിൽ ആ ജോമെട്രി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അതിനൊരു എക്സാമ്പിൾ ഇവിടെ എടുത്തു നോക്കാം. ആരാണ്, PCl5, ദാറ്റ് ഈസ് ഫോസ്ഫറസ് പെൻഡാക്ലോറൈഡ്. ഓക്കെ, PCl5 അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം PCl5ന്റെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആരാണ്, ഫോസ്ഫറസ് ആണ് അല്ലേ? ഫോസ്ഫറസിനെ സംബന്ധിച്ച് 15 ആണ് അയാളുടെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p3 ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. പിന്നെ നമുക്കറിയാം പീക്ക് എന്ന് പറഞ്ഞാൽ 3 ഓറിയന്റേഷൻ ഉണ്ട്. അതുകൊണ്ട് 3p3യെ നമുക്ക് എങ്ങനെ എഴുതാം, 3px1, 3py1 and 3pz1 ഇങ്ങനെ എഴുതാം. സംശയമില്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഡയഗ്രാം ആണ് വരയ്ക്കുന്നത്. വാലൻസ് ഷെല്ലിന്റെ മാത്രം വരച്ചാൽ മതി. വാലൻസ് ഷെല്ല് ഇതാ ഇവരാണ് അല്ലേ, 3s-ഉം 3pയും ആണ് വാലൻസ് ഷെല്ലിൽ വരുന്നത്. അപ്പൊ 3s ഒരെണ്ണം, 3s-നകത്തിൽ എത്ര പേരുണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്, ശരിയാണല്ലോ? ഓക്കെ, ഇനി 3p 3 ഓറിയന്റേഷൻ ആണുള്ളത്. അതിൽ 3px-ൽ ഒരെണ്ണം, 3py-ൽ ഒരെണ്ണം, 3pz-ൽ ഒരെണ്ണം, ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും, യെസ്, ഈ 3s-ൽ നിന്നും ഒരു ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും, 3d-ലേക്ക് പോകും. കാരണം ഇവർക്ക് ഏത് ഓർബിറ്റൽ ഉണ്ട്, വേക്കന്റ് d ഓർബിറ്റൽ പ്രസന്റ് ആണ്. പക്ഷെ നേരത്തെ പറഞ്ഞ sp3, sp ആൻഡ് sp2 കേസ് പറഞ്ഞപ്പോൾ അവർക്കൊന്നും വേക്കന്റ് ആയിട്ടുള്ള d ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ടാണ് ഡിയിലേക്ക് ഒരു പ്രൊമോഷൻ പോകാഞ്ഞത്. മനസ്സിലായോ? പക്ഷേ PCl5നെ സംബന്ധിച്ച് ഫോസ്ഫറസിന് വേക്കന്റ് ആയിട്ടുള്ള d ഓർബിറ്റൽ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോൺ d ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 3s-ൽ ഒരെണ്ണം ആകുമല്ലോ, 3s-ൽ ഒരു ഇലക്ട്രോൺ ആകും, 3p-ൽ 3 ഇലക്ട്രോൺ വീതം. ആൻഡ് 3s-ൽ നിന്നുള്ള, അതായത് ഡിക്ക് എത്ര ഓറിയന്റേഷൻ ഉണ്ട്, 5 ഓറിയന്റേഷൻ ഉണ്ട് അല്ലേ? അപ്പൊ 3s-ൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് വരും, 3d-ലേക്ക് വരും. അപ്പോൾ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്, ദാ ഈ
എസ് ഓർബിറ്റൽ, അതേപോലെ ഇവിടുത്തെ 3 പി ഓർബിറ്റൽ, ഇവിടുത്തെ ഒരു ഡി ഓർബിറ്റൽ. അങ്ങനെ എത്രയായി? sp3d ആയി. ഇങ്ങനെയാണ് sp3d ഹൈബ്രിഡൈസേഷൻ വന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അത്തരത്തിൽ 1 s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽ ആൻഡ് 1 d ഓർബിറ്റൽ combines to form 5 sp3d hybrid orbital. ആ ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അങ്ങനെ ഫോസ്ഫറസിന്റെ 5 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ക്ലോറിനുമായിട്ട് ഓവർലാപ്പിംഗ് നടക്കണ്ടേ? നടക്കണം. ക്ലോറിന്റെ ഏതാണ്? എത്ര ക്ലോറിൻ ഉണ്ട്? 5 ക്ലോറിൻ ഉണ്ട് ഇവിടെ അല്ലേ? PCl5 എന്നാ പറഞ്ഞേക്കുന്നത്. 5 ക്ലോറിൻ ആണുള്ളത്. ഒരു ക്ലോറിനെ സംബന്ധിച്ച് 1s2, 2s2, 2p6, 3s2 ആൻഡ് 3p5. ശരിയല്ലേ പറഞ്ഞത്? ആണല്ലോ. ഓക്കെ. അപ്പോൾ ക്ലോറിന്റെ 3p ഓർബിറ്റലുമായിട്ട് ആർക്ക് ഓവർലാപ്പിംഗ് നടക്കും? നമ്മുടെ ഫോസ്ഫറസിന്റെ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഓവർലാപ്പിംഗ് നടക്കും. അപ്പൊ ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കിയാൽ മതി. ഇവിടെ ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, മനസ്സിലായോ? അപ്പൊ നമ്മുടെ പിയുടെ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഫോസ്ഫറസിന്റെ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ്. ഞാൻ ദാ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. 5 എണ്ണം. 1, 2, 3, 4 and 5. കണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. വെയിറ്റ്. ഇത് ഫോസ്ഫറസ് 1, 2, 3, 4 and 5. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് sp3d ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ട്രൈഗണൽ പ്ലെനാർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യണമെന്നാ പറഞ്ഞത് അല്ലേ? ട്രൈഗണൽ പ്ലെനാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവണം. ദാ നോക്ക്, ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടല്ലോ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടായി, പിന്നെ മുകളിലോട്ടും താഴോട്ടും ഒരെണ്ണം വന്നു. ഇതാണ് ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഫോസ്ഫറസിന്റെ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്തു. ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തു. ഇനി അത് ക്ലോറിന്റെ ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ് നടത്തുന്നതാണ് കാണേണ്ടത്. ക്ലോറിന്റെ പി ഓർബിറ്റൽ അല്ലേ? യെസ്, 5 ക്ലോറിൻ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലോറിന്റെ പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ്, ഇവിടെ ഒരു ക്ലോറിന്റെ പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ്, ഇവിടുത്തെ ഒരു ക്ലോറിന്റെ പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ്, ഇവിടെ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട് കേട്ടോ. അത് കാണിക്കാൻ സാധിക്കുന്നില്ല. വെയിറ്റ്. ട്രയാങ്കിള്. ഓക്കെ. ഇനി ഇവിടുത്തെ ഒരു ക്ലോറിൻ്റെ ഓവർലാപ്പിംഗ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അങ്ങനെ 5 ക്ലോറിൻ്റെ പി ഓർബിറ്റൽസുമായിട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഓവർലാപ്പിംഗ് നടന്നു. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണ് നമുക്ക് ഏത് ഷേപ്പ് കിട്ടിയത്? ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. 5 ക്ലോറിനുമായിട്ട് ഓവർലാപ്പിംഗ് നടന്ന് 5 PCl ബോണ്ട് ഫോം ചെയ്തു. 5 PCl ബോണ്ട് ഫോം ചെയ്തു. മനസ്സിലായി? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷേപ്പിനെ എങ്ങനെ വരയ്ക്കാം? PCl ബോണ്ട്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ട്രയാങ്കിൾ, അതായത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഷേപ്പിൽ വരയ്ക്കുക. മനസ്സിലായോ? ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങനെ ഒരു ബോണ്ട്. അപ്പൊ ഇതെന്തായി? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയില്ലേ? ആയല്ലോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണറിൽ വരുന്ന 3 PCl ബോണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1, 2 and 3. ഈ രീതിയിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണറിൽ വരുന്ന ഈ ഒരു ബോണ്ടിനെ നമ്മൾ പ്രത്യേകം പേര് വിളിക്കും. ആ ബോണ്ടിന്റെ പേരാണ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇക്വറ്റോറിയൽ ബോണ്ട്. പരിചയപ്പെട്ടതാണ് നമ്മൾ നേരത്തെ. ശരിയല്ലേ? ഇക്വറ്റോറിയൽ ബോണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണറിലായിട്ട് വരുന്ന ആ ഒരു ഷേപ്പിൽ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ഇക്വറ്റോറിയൽ ബോണ്ട്. അപ്പൊ PCl5-ലെ 3 PCl ബോണ്ട് എന്ന് പറയുന്നത് ഏത് ബോണ്ടാകും നിങ്ങളെ? ഇക്വറ്റോറിയൽ ബോണ്ടാണ്. ഇനി 2 എണ്ണമില്ലേ? അത് ദാ
ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും, ഒന്ന് പ്ലെയിനിന് മുകളിലായിട്ടും ഒന്ന് ആ പ്ലെയിനിന് താഴെയായിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ആക്സിസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ആക്സിസിൽ നിൽക്കുന്ന PCl ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്സിയൽ ബോണ്ട്. എന്താ വിളിക്കുന്നത്? ആക്സിയൽ ബോണ്ട്. മനസ്സിലായോ പറഞ്ഞത്? സോ there are two types of bond in the case of PCl5. ഏതൊക്കെയാണ്? 3 equatorial bond which are arranged on the corner of an equilateral triangle, and 2 axial bond which are perpendicular to the plane. One is situated above the plane and other is situated below the plane. മനസ്സിലായല്ലോ? അതാണ് ഈ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഇങ്ങനെയാണ് നമുക്ക് PCl5ന്റെ ജോമെട്രി കിട്ടുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. PCl5നകത്തിലെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താണ്? 3s2 3p3 എന്ന രീതിയിലാണ് കിട്ടുന്നത്. ശരിയല്ലേ പറഞ്ഞത്? 3s2 1s2 2s2 2p6 3s2 3p3. ഈ 3p3നെ നമ്മൾ 3px1 3py1 ആൻഡ് 3pz1 എന്നും പറഞ്ഞ് അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ 3sൽ നിന്നും ഒരു ഇലക്ട്രോൺ, ഇയാൾക്ക് എന്തുണ്ട്? വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് 3sൽ നിന്നും ഒരു ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്ത് ഡി ഓർബിറ്റലിലേക്ക് പോയി. അങ്ങനെ 1s ഓർബിറ്റൽ 3p ഓർബിറ്റൽ ആൻഡ് 1 d ഓർബിറ്റൽ undergoes hybridization to form 5 sp3d hybrid orbitals which are arranged in the shape of a trigonal bipyramidal to get the geometry. Okay, and among the 5 then after that endu vettum? Yes, it gets overlap with the p orbitals of chlorine atom to form 5 PCl bond, right? Yes, and out of 5 PCl bond 3 bonds are arranged in the form of a equilateral triangle, and that bond is known as equatorial bond, and the remaining 2 bonds are arranged in the perpendicular axials. That is, one is above the plane and other one is below the plane, and that bond is known as axial bond. Okay, and axial bond ആണ് ഏത് ഡിഗ്രി? 90 degree. Axial bond have the bond angle 90 degree and the equatorial bond have the bond angle 120 degree. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് പറഞ്ഞത് ട്രയഗണൽ ബൈപിരമിഡിൽ അറേഞ്ച് ചെയ്യുമ്പോൾ 2 ബോണ്ട് ആംഗിൾ വരുന്നു എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അതാണ്. അപ്പോൾ ഷേപ്പും ജോമെട്രിയും ഹൈബ്രിഡൈസേഷനും ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇനി എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കിക്കേ. ദാ P in PCl5 undergoes sp3 hybridization and the 5 sp3d hybrid orbital are directed towards the 5 corners of trigonal bipyramidal with bond angle 120 degree and 90 degree. These hybrid orbital overlap with the 3p orbital of 5 chlorine atoms forming 5 PCl bond. It contains 2 type of bond, equatorial and axial bond. The 2 axial bond suffers more repulsion than the equatorial bond. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാളും കൂടുതൽ റിപ്പൽഷൻ ഫീൽ ചെയ്യുന്നത് ആർക്കാണ്? ആക്സിയൽ ബോണ്ടിനാണ്. അതുകൊണ്ട് തന്നെ ആക്സിയൽ ബോണ്ട് കുറച്ചുകൂടെ ലോങ്ങർ ആണ്. ഇക്വറ്റോറിയലിനേക്കാളും കുറച്ചുകൂടെ വീക്ക് ആയിട്ടുള്ള ബോണ്ടാണ് ഇത് ആക്സിയൽ ബോണ്ട്. സോ ദി മോളിക്യൂൾ എക്സ്പീരിയൻസ് മോർ റിപ്പൽഷൻ. ഇവിടെ ഹെൻസ് ആണ് കേട്ടോ. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ റിപ്പൽഷൻ കൂടുതൽ ഫീൽ ചെയ്യുന്നത് കൊണ്ട് PCl5 എന്ന മോളിക്യൂൾ കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കും. അതും കൂടി ഓർത്ത് വെക്കുക. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് sp3d2 ഹൈബ്രിഡൈസേഷൻ. sp3d2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അതിനകത്തിൽ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആയിരിക്കും ഇന്റർമിക്സ് ചെയ്യുന്നത്? 1s ഓർബിറ്റൽ 3p ഓർബിറ്റൽ ആൻഡ് 2d ഓർബിറ്റൽസ് combines to form 6 sp3d2 hybrid orbitals which is known as sp3d2 hybridization. പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു s ഓർബിറ്റലും 3 ഓർബിറ്റലും 2 d ഓർബിറ്റലും കൂടി കമ്പൈൻ ചെയ്ത് ടോട്ടൽ 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നതാണ് sp3d2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്തിൽ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ആണ്. SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്തില് സൾഫർ ആണ് നമ്മളുടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് അല്ലേ? യെസ്, സൾഫറിന്റെ
അറ്റോമിക് നമ്പർ 16 ആണല്ലോ. അപ്പൊ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 yes 3p4 സോറി 3p4 ആണ്, ശരിയാണ്. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ സൾഫറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ 3s ആദ്യം വരയ്ക്കുക. 3sനകത്തിൽ 2 ഇലക്ട്രോൺ ആൻഡ് ദെൻ 3p-യിൽ 3 ഓറിയന്റേഷൻ ആണുള്ളത്. 4 ഇലക്ട്രോൺ ഉണ്ട്, 1 2 3 ആൻഡ് 4. ശരിയല്ലേ? ഇവിടെ 2 ഉണ്ട്, 1 and 2. ഓക്കെ, ഈ ആൾക്കും വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഉണ്ട്, വേക്കൻ്റ് ആയിട്ടുള്ള ഒരു 3d ഓർബിറ്റൽ ഇയാൾക്കും ഉണ്ട്. മനസ്സിലായി? ഓക്കെ, അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, 3sൽ നിന്നും ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതേപോലെ തന്നെ 3pയിൽ നിന്ന് ഒരു ഇലക്ട്രോണും എങ്ങോട്ടേക്ക് പ്രൊമോട്ട് ചെയ്യും? 3dയിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് മക്കളെ എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ വരയ്ക്കുന്നത്? 3sൽ ഒരു ഇലക്ട്രോൺ, ഓക്കെ, 3pയിൽ 3 ഇലക്ട്രോൺ ആയിട്ട് മാറും, 1 2 3. ശരിയല്ലേ? ദെൻ 3sലെ ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് വന്നു? 3dയിലേക്ക് വന്നു. 3pയിലെ ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് വന്നു? 3dയിലേക്ക് വന്നു. മനസ്സിലായി? അപ്പോൾ ആർക്കൊക്കെ ഹൈബ്രിഡൈസേഷൻ? 1 3s 3 3p ഓർബിറ്റൽ ആൻഡ് 2 3d ഓർബിറ്റൽ. അങ്ങനെ മൊത്തം എത്ര ആയി? sp3d2 ആയില്ലേ? 6 ആയില്ലേ? ഇവിടെ 3, ഇവിടെ 2 5, ഇവിടെ 1 6. ഒരു എസും 3 പിയും 2 ഡിയും കൂടെ ചേർന്ന് sp3d2 ഹൈബ്രിഡൈസേഷൻ നടന്ന് 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ഇക്വലന്റ് ഷേപ്പ്, ഇക്വലന്റ് എനർജി, ഐഡന്റിക്കൽ ഷേപ്പ്. മനസ്സിലായി? ഇനി അതിന് ശേഷം എന്താണ്? ഇവിടെ ആരാണ് ഒപ്പം തന്നേക്കുന്നത്? ഫ്ലൂറിൻ ആണ്. അപ്പൊ നമുക്ക് 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടി. ഇനി ഫ്ലൂറിനുമായിട്ട് എന്ത് നടക്കണം? ഓവർലാപ്പിംഗ് നടക്കണം. നമുക്കത് കാണിക്കാം. ദാ ഇവിടെ നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോ 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് സൾഫർ ഉണ്ട്. ശരിയല്ലേ? യെസ്. അയാളെ നമ്മൾ ഇതാ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. 1 2 3 4 5 6. കണ്ടോ? ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മുടെ ഫ്ലൂറിൻ എത്ര എണ്ണം ഉണ്ട്? 6. F6 ആണ്. 6 ഫ്ലൂറിൻ ഉണ്ട്. ഒരു ഫ്ലൂറിനെ സംബന്ധിച്ച് 1s2 2s2 ആൻഡ് 2p5. ഇതല്ലയോ അയാളുടെ കോൺഫിഗറേഷൻ? യെസ്. അപ്പോൾ 2p ഓർബിറ്റൽ ആണ്, ഫ്ലൂറിന്റെ 2p ഓർബിറ്റൽ ആണ് ഓവർലാപ്പിംഗ് നടത്തുന്നത്. 6 ഫ്ലൂറിൻ ഉണ്ട്, അപ്പോൾ 6 ഹൈബ്രിഡ് ഓർബിറ്റലും ഉണ്ട്. അപ്പൊ ഓരോ ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓരോ ഫ്ലൂറിന്റെ 2p ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടത്തുന്നു. ദാ ഒരു ഫ്ലൂറിൻ, ഇവിടെ എല്ലാം ഫ്ലൂറിൻ ആണ് അല്ലേ? 1 2 3 4 5 ആൻഡ് 6. അങ്ങനെ എന്താണ്? ഇവിടെ ഒരു ഓവർലാപ്പിംഗ്, ഇവിടെ ഒരു ഓവർലാപ്പിംഗ്, ഇവിടെ ഓവർലാപ്പിംഗ്, ഇവിടെ ഓവർലാപ്പിംഗ്, ഇവിടെ ഓവർലാപ്പിംഗ്. പി ഓർബിറ്റലാണേ, ഇവിടെ ഓവർലാപ്പിംഗ്. കണ്ടോ? അങ്ങനെ 6 ഫ്ലൂറിന് സൾഫറിന്റെ 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റലുമായി ഓവർലാപ്പിംഗ് നടന്ന് 6 sf ബോണ്ട് ഫോം ചെയ്തു. ആ 6 sf ബോണ്ടിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നടുക്ക് സൾഫറിനെ കൊണ്ടുവരിക, എന്നിട്ടൊരു സ്ക്വയറിന്റെ 4 കോർണറിൽ എന്ന പോലെ 4 ഫ്ലൂറിനെ ആദ്യം കൊടുക്കുക. കണ്ടോ? പിന്നെ ഒരെണ്ണം മുകളിലോട്ടും നേരത്തെ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരെണ്ണം താഴോട്ടും കൊടുക്കുക. മനസ്സിലായി? ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ്. എന്താ പറയുന്നത്? ഒക്ടാഹെഡ്രൽ ഷേപ്പ്. ഒക്ടാഹെഡ്രൽ ഷേപ്പ്. മനസ്സിലായോ? ഒരു സ്ക്വയറിന്റെ 4 കോർണർ പോലെ അറേഞ്ച് ചെയ്ത് പിന്നെ ആക്സിസിന് മുകളിലും ആക്സിസിന് താഴെയുമായിട്ട് അറേഞ്ച് ചെയ്യുക. ദിസ് ഈസ് നോൺ ആസ് ഒക്ടാഹെഡ്രൽ ഷേപ്പ്. മനസ്സിലായോ? അങ്ങനെ അപ്പൊ സൾഫർ ഹെക്സാഫ്ലൂറൈഡിന്റെ ഒക്ടാഹെഡ്രൽ ജോമെട്രി കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒരിക്കൽ കൂടി പറയാം. സൾഫർ ഹെക്സാഫ്ലൂറൈഡിനകത്തില് സൾഫർ ആണ് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. അയാളുടെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി.
അതിന് ശേഷം എന്താണ് യെസ് ഒരു എസിൽ 3s നിന്ന് ഒരു ഇലക്ട്രോണും 3p നിന്ന് ഒരു ഇലക്ട്രോണും കൂടി 3d പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഒരു എസ് 3p 2d ഓർബിറ്റലും കൂടി ചേർന്ന് 6sp3d2 ഹൈബ്രിഡൈസേഷൻ നടന്ന് 6sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ഓക്കെ, ആ 6sp3d2 ഹൈബ്രിഡ് ഓർബിറ്റല് ഫ്ലൂറിന്റെ 6 ഫ്ലൂറിനുണ്ട്. ഓരോ ഫ്ലൂറിന്റെയും 2p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ് നടന്ന് 6sf ബോണ്ട് ഫോം ചെയ്തു. 6sf ബോണ്ടിനെ ഒരു ഒക്ടാഹെഡ്രൽ ഷേപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ sf6 മോളിക്യൂളിന് ഒക്ടാഹെഡ്രൽ ജോമെട്രി കിട്ടി. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇനി എഴുതിയേക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്ന കണ്ടോ, ഈ ഫിഗർ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വരച്ച് കാണിച്ചത്. ഇത് എങ്ങനെ വന്നു എന്നാണ് ഞാൻ വരച്ച് കാണിച്ചത്, മനസ്സിലാകാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫിഗർ. ഇത് ഓവർലാപ്പിംഗ് കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് SF6 the sulfur atom, which is the central atom in its ground state, will have 3s2 3p4 configuration. In the excited state, the electron pairs in 3s and 3px orbital get unpaired, and out of each pair is promoted to vacant d orbital. Now all these 6 orbital, 1 3s, 3 3p and 2 3d, which are half filled, get hybridized, resulting in the formation of 6 sp3d2 hybrid orbitals. Further, these sp3d2 hybrid orbital overlap with a 2p orbital of fluorine and they form the 6sf bond. The 6 sp3d2 hybrid orbital are projected towards the 6th corner of a regular octahedron, which giving octahedral shape. അപ്പോൾ sp3d ഹൈബ്രിഡൈസേഷനും മനസ്സിലായി, sp3d2 ഹൈബ്രിഡൈസേഷനും മനസ്സിലായി. പരീക്ഷയ്ക്ക് ചോദിക്കും, എക്സ്പ്ലെയിൻ ദ ജോമെട്രി ഓഫ് PCl5 അല്ലെങ്കിൽ SF6 മോളിക്യൂൾ ബൈ യൂസിങ് VB തിയറി ചോദിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പറയണം. ഹൈബ്രിഡൈസേഷനും പറയണം, ഈ സെൻറ്റൻസും പറയണം, ബോക്സ് ഡയഗ്രവും വരയ്ക്കണം, അല്ലാതെ നമ്മുടെ ജോമെട്രിയും വരച്ചു കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായി? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് എഥീൻ മോളിക്യൂൾ. ഇനി നമുക്ക് എഥീൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ നോക്കാം. നിങ്ങൾ ഇത്ര നേരം സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള സിഗ്മ ബോണ്ടിന്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് പൈ ബോണ്ട് വരുന്നതും കൂടി മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് എഥീൻ മോളിക്യൂൾ എടുത്തത്. എഥീൻ മോളിക്യൂൾ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ 10th കണ്ടിട്ടുള്ളതാണ്. ഇതാ CH2 ഡബിൾ ബോണ്ട് CH2 അറിയാവുന്നതാണ് എല്ലാവർക്കും. മോളിക്കുലാർ ഫോമിൽ എഴുതുമ്പം C2H4 ആണ് എഥീൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇയാൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ എത്തി, ഇയാളുടെ ജോമെട്രി എങ്ങനെ വന്നു എന്നുള്ളത് അല്ലേ. അതായത് ശരിക്കും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ്. C ഡബിൾ ബോണ്ട് C, പിന്നെ ഇവിടെ 2H, ഇവിടെയും 2H. ഇങ്ങനെയാണല്ലോ ശരിക്കും ഇയാളുടെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ ഇവരെത്തി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എഥീൻ മോളിക്യൂളിനെ നോക്കിയാൽ 2 കാർബൺ ആറ്റങ്ങൾ സെൻട്രൽ ആറ്റമായിട്ട് വരുന്നുണ്ട്, ശരിയല്ലേ? വരുന്നുണ്ട്. അതിൽ ഒരു കാർബൺ എടുത്ത് നോക്കിയാൽ ദാറ്റ് ഈസ് 6 അല്ലേ. അറ്റോമിക് നമ്പർ 1s2 2s2 2p2 ഇങ്ങനെയാണല്ലോ കോൺഫിഗറേഷൻ. ഈ 2p2നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓറിയന്റേഷൻ ആയിട്ട് എഴുതിയാൽ 1s2 2s2 2px1 2py1 ആൻഡ് യെസ് 2px1 2py1 ഉള്ളൂ, 2pz-ലൊന്നും ഇല്ല. ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. നമുക്ക് ഡയഗ്രം വരച്ച് നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ദാ ഇത്രയും വരെ ഉള്ളൂ. ദാറ്റ് ഈസ് 2s-ൽ 2 ഇലക്ട്രോൺ, ശരിയാണല്ലോ. ഓക്കെ, ദെൻ 2p-ൽ 3 ഓറിയന്റേഷൻ ഉണ്ട്. ഇവിടെ 2px, ഇവിടെ 2py, ഇവിടെ 2pz. പക്ഷേ 2px-ലും 2py-ലും മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രോൺസ് ഉള്ളൂ. ഇത് മനസ്സിലായി. ഇനി ഇയാളുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് നോക്കാം. എക്സൈറ്റഡ് സ്റ്റേറ്റ് നോക്കുമ്പോൾ 2s-ൽ നിന്നും ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? ഇവിടെ വേക്കൻ്റായി കിടക്കുന്നത് ആരാണ്? 2pz ആണ് അല്ലേ. അപ്പൊ 2pz-ലേക്ക് 2s-ൽ നിന്നും ഒരു ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യും. അപ്പം എങ്ങനെയായി കോൺഫിഗറേഷൻ? 2px 2py 2px1 2py1 2pz1 എന്നായി അല്ലേ. ഇങ്ങനെയായി കോൺഫിഗറേഷൻ. ശരിയാണല്ലോ പറഞ്ഞത്? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഇത് ഒരു കാർബണിന്റെ കേസാ. അങ്ങനെ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 2 കാർബൺ ഉണ്ട്. അപ്പൊ ഇതിനകത്തില് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തില് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് ആർക്കൊക്കെയാണെന്നറിയാമോ? ഈ ഒരു എസിന് നടക്കും, ഇവിടുത്തെ 2 2pക്കും നടക്കും. ആർക്കൊക്കെയാണ്? ഒരു എസിനും 2 2pക്കുമാണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അപ്പൊ ആരാ ഉണ്ടായത്? ഏത് ഹൈബ്രിഡൈസേഷനാ മക്കളെ? sp2 ഹൈബ്രിഡൈസേഷനാ. ഒരു എസും
2 പിയും കൂടി ഹൈബ്രിഡൈസ് ചെയ്ത് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ശരിയല്ലേ? ഒരു എസും 2 പിയും കൂടി ഹൈബ്രിഡൈസേഷൻ നടന്ന് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്? 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. ഈ കാർബണിന്റെ ഉണ്ട്, ഈ കാർബണിന്റെ ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഉണ്ടല്ലോ. ആ കാര്യത്തിൽ സംശയമില്ല. അതില് ഇയാളുടെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും ഈ കാർബണിന്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? 2 കാർബണിനും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം കയ്യിലുണ്ട്. അത് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ ആ 3 ഉള്ളതിൽ ഓരോ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഇവർ പരസ്പരം ഓവർലാപ്പിംഗ് നടത്തും. അതാണ് ഇങ്ങനെ കാണിക്കാൻ നമുക്ക്. അവരുടെ കയ്യിലുണ്ടായിരുന്ന 3 ഓരോ sp2 ഹൈബ്രിഡ് ഓർബിറ്റലിനെ അവർ ഓവർലാപ്പിംഗ് നടത്തിയപ്പോൾ അവർക്ക് CC സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ 3 ഒരെണ്ണം പോയി. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ടല്ലോ. ആ 2 ആരുമായിട്ടാണ് ഓവർലാപ്പിംഗ് നടത്തുന്നത്? യെസ്, ഹൈഡ്രജനുമായിട്ടാണ്. മനസ്സിലായി? ബാക്കിയുള്ള 2 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ് നടത്തും. മനസ്സിലായി? ഓക്കെ, അപ്പം ഇയാളുടെ ബാക്കി വന്ന ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഒരു ഹൈഡ്രജന്റെ 1s ഇവിടെ മൂന്നാമത്തേത് ഈ ഹൈഡ്രജന്റെ 1s. ഓക്കെ, അതേപോലെ തന്നെ ഇയാളുടെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഒരു ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട്, ഇയാളുടെ അടുത്ത ഹൈബ്രിഡ് ഓർബിറ്റൽ ഒരു ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ് നടന്ന് 4 CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ശരിയല്ലേ? അങ്ങനെ 4 CH സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ക്ലിയർ? മനസ്സിലായി? ഇനി നമുക്ക് ആരെ കിട്ടാനുണ്ട് മക്കളെ? ഇതാ ഇവിടെ ഒരു ബോണ്ട് കൂടെ വരണ്ടേ? CC ഡബിൾ ബോണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഒരു പൈ ബോണ്ടും കൂടി നമുക്ക് വരണം. അത് എവിടുന്ന് വരും? ദാ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്തൊരു 2p z ഓർബിറ്റൽ ഇവിടെ കിടപ്പുണ്ട്. ശരിയല്ലേ? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഒരു 2p z ഓർബിറ്റൽ ഉണ്ട്. അതാണ് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ 2p z ഓർബിറ്റലാണ് ഇവിടെ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സ്ട്രക്ചർ കിട്ടിയോ? എഥീൻ മോളിക്യൂളിന്റെ സ്ട്രക്ചർ കിട്ടിയോ? കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി തിയറിയും ഡയഗ്രവും കൂടി വെച്ച് ഞാൻ ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്, നോക്കിക്കേ. ഫോർമേഷൻ ഓഫ് എഥീൻ മോളിക്യൂൾ എന്താ പറഞ്ഞത്? വെൻ വി ലുക്ക് അറ്റ് ദി മോളിക്യൂൾ ഓഫ് C2H4 ഇറ്റ് ഹാസ് 2 CC 2 കാർബൺ മോളിക്യൂൾസ് കേട്ടോ. കാർബൺ ആറ്റങ്ങൾ 2 ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. അത് തിരുത്തിക്കോണം കേട്ടോ. ഇനി ദ കാർബൺ ആറ്റം കൺസിസ്റ്റ് ഓഫ് 6 ഇലക്ട്രോൺ ആൻഡ് ഹൈഡ്രജൻ ഹാസ് 1 ഇലക്ട്രോൺ. അതറിയാം. During the formation of ethene, the electronic configuration of carbon in its ground state നമ്മൾ എഴുതിയതാണ്. 1s2, 2s2, 2px1, 2py1. സംശയമില്ല. പിന്നെ എക്സൈറ്റഡിലേക്ക് വരുമ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ മാറി? 1s2, 2s1, 2px1, 2py1, 2pz1. 2sൽ നിന്ന് ഒരു ഇലക്ട്രോൺ 2pzലേക്ക് പ്രൊമോട്ട് ചെയ്തു. കണ്ടതാണല്ലോ. ഓക്കെ, then in the excited state, since carbon needs electron to form bond, കാർബണിന് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ വേണം. 1 of the electron from 2s2 orbital എങ്ങോട്ട് പോയി? 2pzലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ആയി അല്ലേ? ഇതൊക്കെ 2sൽ ഒരെണ്ണം, 2pxൽ ഒരെണ്ണം, 2py1 യിൽ ഒരെണ്ണം, 2pzൽ ഒരെണ്ണം, അങ്ങനെ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയി. മനസ്സിലായല്ലോ? ഓക്കെ, ഔട്ട് ഓഫ് 2s, 2px, 2py ആൻഡ് 2pzല് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് ആർക്ക് മാത്രമാണ്? 2px, 2py, 2ps. ഒരു എസിനും 2 പിക്കും മാത്രമേ അവിടെ എന്ത് നടക്കുന്നുള്ളൂ? ഹൈബ്രിഡൈസേഷൻ നടക്കുന്നുള്ളൂ. അത് മാത്രമാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ 1 2pz ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ മാറ്റമൊന്നും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കും. ക്ലിയർ? Then this leads to the formation of 3 sp2 hybridized orbital. അങ്ങനെയല്ലേ? ഒരു എസും 2 പിയും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. മനസ്സിലായല്ലോ? ദെൻ ഇനി എന്താ സംഭവിക്കുന്നത്? ആ ഉണ്ടായ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 1 കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് അനദർ കാർബൺ ആറ്റം. 2 കാർബണിനും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഉണ്ട്. അതിലെ ഓരോ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം അവർ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഒന്ന് കിട്ടി. ഇനി
ബാക്കി വന്ന 2 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ 2 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. മനസ്സിലായോ? ഇനി അപ്പൊ അങ്ങനെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ക്ലിയർ? ഇനി എ പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത 2pz ഓർബിറ്റൽ മൂലമാണ് എന്ത് സംഭവിച്ചത്? ഒരു പൈ ബോണ്ട് അവിടെ ഫോം ചെയ്തത്. അങ്ങനെ ദേ നമ്മുടെ ജോമെട്രി കിട്ടിയത് കണ്ടോ? ഞാൻ ഇങ്ങനെ തന്നെയല്ലേ കാണിച്ചത്? കാർബണിന്റെ ഓരോ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഹൈബ്രിഡൈസ് ചെയ്ത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്, ബാക്കി വന്ന sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ വണ്ണസുമായി ഓവർലാപ്പ് ചെയ്ത് ഒരു കാർബണിന് 2 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വീതം ഫോം ചെയ്തു. അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. മനസ്സിലായല്ലോ? അങ്ങനെ ഇയാളുടെ ജോമെട്രി പ്ലനാർ ജോമെട്രി ആണെന്ന് നമുക്ക് പറയാം. ഒരു പ്ലെയിനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയല്ലേ, ഒരു പ്ലനാർ സ്ട്രക്ചർ ആണെന്ന് പറയാം. അതിൽ sp2 ഓർബിറ്റൽസിനെ നമ്മൾ 120 ഡിഗ്രി ആംഗിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ എത്തീൻ മോളിക്യൂളിന് ഈ ഒരു സ്ട്രക്ചർ കിട്ടിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തിൽ കാണിക്കണം. മനസ്സിലായോ? ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ വരച്ച് കാണിച്ചില്ലേ, അതും ഇത്രയും തിയറിയും ഫൈനലി ഈ ജോമെട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തീൻ മോളിക്യൂളിന്റെ ഫോർമേഷനിൽ കാണിക്കണം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് ഈത്തൈൻ മോളിക്യൂൾ. ഇനി നമ്മൾ ഈത്തൈൻ മോളിക്യൂൾ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസാണ്. ഈത്തൈൻ മോളിക്യൂൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? ഈത്തൈൻ മോളിക്യൂൾ CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ, ഇതല്ലേ? അല്ലെങ്കിൽ C2H2 എന്ന് പറയാം മോളിക്കുലാർ ഫോർമുല അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിൽ ഈഥൈൻ മോളിക്യൂൾ ഫോം ചെയ്തത്? സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും അല്ലേ? CC ട്രിപ്പിൾ ബോണ്ടും വരും, CH ബോണ്ടും ഉണ്ട്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഈ രീതിയിൽ എങ്ങനെയാണ് ഈഥൈൻ മോളിക്യൂൾ ഉണ്ടായത്? VB തിയറി ഉപയോഗിച്ച് നമ്മൾ പറയാൻ പോവാണ്. നമ്മുടെ എത്തീൻ മോളിക്യൂൾ പറഞ്ഞില്ലേ, ഏകദേശം സിമിലർ ആണ്, ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. നമുക്കറിയാം ഈഥൈൻ മോളിക്യൂളിലും സെൻട്രൽ ആയിട്ട് 2 കാർബൺ ആറ്റം വരുന്നുണ്ട് ആണല്ലോ. ഒരു കാർബൺ ആറ്റം 6 1s2 2s2 2p2 ശരിയല്ലേ? നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 1s2 2s2 2px1 ആൻഡ് 2py1 ശരിയല്ലേ? ഇതാണല്ലോ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ. അപ്പൊ നമ്മൾ ബോക്സ് ഡയഗ്രാം വരയ്ക്കുന്നു. 2sനകത്തിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുന്നു. 2sൽ 2 ഇലക്ട്രോൺ, 2p 3 ഓറിയന്റേഷൻ ഉണ്ടെങ്കിലും എന്താണ് 2pxലും 2pyലും മാത്രമാണ് ഇലക്ട്രോൺ ഇവിടെ ഉള്ളത്. 1 2 ഒരാൾ വേക്കൻ്റ് ആണ് ആണല്ലോ. പക്ഷേ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? 2sൽ നിന്നും ഒരു ഇലക്ട്രോൺ 2pzലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ കോൺഫിഗറേഷൻ എങ്ങനെയായി? 2sൽ ഒരു ഇലക്ട്രോൺ ആയി, അത് കഴിഞ്ഞ് എന്താണ് 2pxൽ ഒരു ഇലക്ട്രോൺ, then 2pyൽ ഒരു ഇലക്ട്രോൺ ആൻഡ് 2pzൽ ഒരു ഇലക്ട്രോൺ ശരിയല്ലേ? ആണല്ലോ. ഇനി ഇതിനകത്തില് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് ആർക്കൊക്കെയാണെന്നറിയാമോ? ഒരു 2sനും ഒരു 2pക്കും മാത്രമേ ഹൈബ്രിഡൈസേഷൻ നടക്കുകയുള്ളൂ. ഒരു 2sനും ഒരു 2pക്കും മാത്രമേ. പക്ഷെ എത്തീൻ മോളിക്യൂളിന്റെ കേസിൽ ഒരു 2sനും 2 2pക്കും ഹൈബ്രിഡൈസേഷൻ നടന്ന് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെ നടന്നത്. പക്ഷേ ഈഥൈൻ മോളിക്യൂളിന്റെ കേസിൽ ഒരു 2sനും ഒരു 2pക്കും മാത്രമേ ഹൈബ്രിഡൈസേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുന്നത്. 2 പേര് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഒരു 2sഉം ഒരു 2pയും ഹൈബ്രിഡൈസേഷൻ നടന്ന് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ഇനി എന്ത് സംഭവിക്കും നമുക്ക് കാണണ്ടേ? അപ്പൊ ഇപ്പൊ 2 കാർബൺ ഉണ്ടല്ലോ മൊത്തം. അതിൽ ഒരു കാർബണിന്റെ കയ്യിൽ എത്ര ഉണ്ട്? 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഉണ്ട്. അങ്ങനെ 2 കാർബണിന്റെ കയ്യിൽ 4 sp ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഉണ്ട്. മനസ്സിലായി? ഓക്കെ. അപ്പോ ഒരു കാർബണിന്റെ കയ്യിൽ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. അതിലെ ഒരെണ്ണം ഇവർ പരസ്പരം എന്ത് ചെയ്യും? ഓവർലാപ്പിംഗ് നടത്തും. മനസ്സിലായോ പറഞ്ഞത്? ഒരു കാർബണിന്റെ കയ്യിൽ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. അതിലെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഇവർ പരസ്പരം ഓവർലാപ്പിംഗ് നടത്തും. ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യും? ഓവർലാപ്പിംഗ് നടത്തി ഒരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അത് മനസ്സിലായി? ഇനി പിന്നെ ബാക്കി ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റലൂടെ ഉണ്ടല്ലോ. അതാരുമായിട്ടാ? നമ്മുടെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ് നടത്തും. മനസ്സിലായി? അങ്ങനെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും ഫോം ചെയ്തു. കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും ഫോം ചെയ്തു. മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞത്?
കാർബണിന്റെ കയ്യിൽ ഓരോ കാർബണിലും 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ വീതമുണ്ട്. അതിലെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ പരസ്പരം ഓവർലാപ്പിംഗ് നടത്തി കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ബാക്കിയുള്ള ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പിംഗ് നടത്തി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. മനസ്സിലായല്ലോ? ഇനി ഇവിടെ 2 പേര് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതിരിക്കുന്നുണ്ട് ഇല്ലേ? അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഈ 2py ആൻഡ് 2pz ഓർബിറ്റലാണ് 2 പൈ ബോണ്ടിനെ ഇവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2px ആൻഡ് 2pz ഓർബിറ്റൽ ഫോം 2 പൈ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. അങ്ങനെയാണ് കാർബണിനിടയിൽ എത്ര ബോണ്ട് വന്നത്? 3 ബോണ്ട് വന്നത്. ഇപ്പൊ നമ്മുടെ സ്ട്രക്ചർ കിട്ടിയോ നമുക്ക്? മനസ്സിലായോ? അപ്പൊ നടുക്ക് സിഗ്മ ബോണ്ടും മുകളിലും താഴെയായിട്ട് പൈ ബോണ്ടുമാണ് നിൽക്കുന്നത്. നടുക്ക് സിഗ്മ ബോണ്ടും മുകളിലും താഴെയായിട്ട് പൈ ബോണ്ട്. ഇങ്ങനെയാണ് ഈഥൈൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ. ഇനി തിയറിയും കൂടി ചേർത്ത് ഡയഗ്രാം കാണിച്ച് ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, യെസ്, നോക്കിക്കേ. ഫോർമേഷൻ ഓഫ് ഈഥൈൻ മോളിക്യൂൾ. ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വിൽ ബി 1s2 2s2 2p2. When it gets into an excited state, one of the electron from 2s move or jump to the 2pz orbital and electronic configuration become 1s2 2s1 2px1 2py1 and 2pz1. അത്രയും നമുക്കറിയാം. ഇനി meanwhile the CH molecule has only one hydrogen atom. ഒരു ഹൈഡ്രജൻ ആറ്റം അല്ലേ ഉള്ളൂ? അതെ, ഒരു കാർബണിന് ഒരു ഹൈഡ്രജൻ ആറ്റം വീതമാണ് ബോണ്ട് ചെയ്തേക്കുന്നത്. Therefore 2s1 and 2pz orbitals get എന്താണ്? ഹൈബ്രിഡൈസ്ഡ്. This further to the formation of 4 sp hybrid orbital and each CH molecule will form 2 hybridized sp orbital. എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, അതായത് 2s പിന്നെ 3 2pയും ഉണ്ട്. പക്ഷെ അതിൽ ഒരു എസും ഒരു 2pയും മാത്രമാണ് എന്തിൽ പങ്കെടുക്കുന്നത്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഓരോ കാർബണിന് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആൻഡ് ഡ്യൂറിംഗ് ഹൈബ്രിഡൈസേഷൻ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് എങ്ങനെ ഉണ്ടായത്? 1 sp ഓർബിറ്റൽ ഓവർലാപ്പ് ഫ്രം ഈച്ച് ഓഫ് ദി കാർബൺ ആറ്റം. അങ്ങനെയാണല്ലോ, ഓരോ കാർബൺ ആറ്റത്തിന്റെയും ഓരോ sp ഓർബിറ്റൽ ഹൈബ്രിഡ് ഓർബിറ്റൽ വീതം ഓവർലാപ്പ് ചെയ്ത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് എങ്ങനെയാ? റിമൈനിങ് ആയിട്ടുള്ള sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു അല്ലേ? CH bond are created when second sp orbital on each carbon atom overlap with the 1s orbital of the hydrogen. ശരിയല്ലേ? ഇനി ബാക്കി വന്ന 2 ഹാഫ് ഫിൽഡ് 2p ഓർബിറ്റൽ അവിടെ കിടപ്പുണ്ട്. That to these 2 pairs of p orbitals do not participate in the hybridization and instead form, അതിന് പകരമായിട്ട് അവർ എന്ത് ഫോം ചെയ്തു? 2 പൈ ബോണ്ട് ഫോം ചെയ്തു, റിസൾട്ടിങ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എ ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെ നമ്മളുടെ ഈഥൈൻ മോളിക്യൂളിന്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് കണ്ടോ? കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു, കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അതുകൂടാതെ എന്താണ്? 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കാരണം 2 പൈ ബോണ്ടും ഫോം ചെയ്തു. മൊത്തം കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്തു. ഇങ്ങനെയാണ് ഈഥൈൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? യെസ്, VSEPR തിയറിയുടെ ലിമിറ്റേഷനിൽ നിന്നും പുതിയൊരു തിയറിയിലേക്ക് നമ്മൾ എത്തി. വാലൻസ് ബോണ്ട് തിയറി ഓർ VB തിയറി എന്ന് പറഞ്ഞിട്ട് അല്ലേ? VB തിയറിയിൽ നമ്മൾ ഹൈബ്രിഡൈസേഷന്റെ സഹായത്തോടു കൂടി ഓരോ മോളിക്യൂളിന്റെയും എന്ത് പഠിച്ചു? ജോമെട്രി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ പഠിച്ചു. അതിനകത്ത് ഓവർലാപ്പിംഗ് എന്ന പുതിയ ടേം വന്നു അല്ലേ? 2 ടൈപ്പ് ബോണ്ട്, സിഗ്മ ബോണ്ട് എങ്ങനെ വന്നു, പൈ ബോണ്ട് എങ്ങനെ വന്നു, ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് പഠിച്ചു. അതിനുശേഷം ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, ഓരോ ഹൈബ്രിഡൈസേഷന്റെയും എക്സാമ്പിൾ ആയിട്ട് ഓരോ മോളിക്യൂളിന്റെയും ഫോർമേഷൻ പഠിച്ചു. അപ്പൊ VB തിയറിയുടെ ബേസിസിൽ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷനും ജോമെട്രിയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ സമയത്ത് ഈ രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യണം വിത്ത് ജോമെട്രി. എങ്കിൽ മാത്രം ഇത് രണ്ടും വരണം. ഓവർലാപ്പിംഗ് കാണിക്കണം, ഈ ജോമെട്രിയും കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുമായിട്ട് വരാം. താങ്ക് യു.